ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഫസ്റ്റ് മെത്തേഡ് ആസ് എ ലിമിറ്റ് ഓഫ് എ സം, സെക്കൻഡ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട്, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യാം. നൗ കമ്മിങ് ടു പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സർട്ടൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് വേഗം നമുക്ക് റിസൾട്ട് കാണാവുന്നതാണ്. അതിലെ പ്രോപ്പർട്ടീസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പി നോട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി, അതായത് വേരിയബിൾ മാത്രം മാറ്റുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ ടി കൊടുക്കണു, ബട്ട് ദ ഫംഗ്ഷൻ റെപ്രസെൻറ്റ്സ് ദ സെയിം തിങ്. അതുകൊണ്ട് ഫംഗ്ഷന് മാറ്റം വരുന്നില്ല, വേരിയബിൾ മാത്രം മാറുകയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ. Now P1 integral a to b f of x dx is equal to minus integral b to a. അതായത് a to b എന്നുള്ള ലിമിറ്റ് ചേഞ്ച് ചെയ്യാണ്. Then there will be change in the sign. ഒരു നെഗറ്റീവ് സൈൻ വരും. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തിരിച്ചിടുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും. ആൻഡ് ഓൾസോ ഇൻറ്റഗ്രൽ a to a, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് സെയിം ആണെങ്കിൽ എപ്പോഴും ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. കാരണം നമ്മൾ ഇൻ്റഗ്രൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ വാല്യൂ ബിക്കംസ് 0 ഓൾവേസ്. P2 പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബിനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇൻ്റർവൽ എ ബി എന്നുള്ളതിന് ഇഫ് സി ഈസ് എനി റിയൽ നമ്പർ ബിറ്റ്വീൻ എ ആൻഡ് ബി, എ ബിയുടെ ഇടയിൽ എനി റിയൽ നമ്പർ സി ഉണ്ടെങ്കിൽ ആ എ ടു ബിനെ എ ടു സി പ്ലസ് സി ടു ബി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇൻ്റഗ്രൽ കാണാം. ഇൻ്റഗ്രൽ എ ടു ബി എന്നുള്ള ലിമിറ്റിനെ എ ടു സി പ്ലസ് സി ടു ബി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രൽ കാണാം. നെക്സ്റ്റ് P3 integral a to b f of x dx is equal to integral a to b f of a plus b minus x. വൺ ഓഫ് ദ പ്രോപ്പർട്ടി ആണ് ഫംഗ്ഷനിൽ എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് കൊടുക്കാവുന്നതാണ്. അതായത് എക്സ് വേരിയബിൾ ഉള്ളിടത്ത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. P4 എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 0 to a f of x dx is equal to integral 0 to a f of a minus x into dx. P4 പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് ഈസ് എനി കോൺസ്റ്റൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഫംഗ്ഷനിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുക്കാവുന്നതാണ്. ഫംഗ്ഷനിൽ വേരിയബിൾ എന്നുള്ളിടത്ത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, വേർ എക്സ് ഇസ് ദ വേരിയബിൾ. സോ എഫ് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു dx is P4. P4 property integral 0 to a. ഇവിടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എനി കോൺസ്റ്റൻറ്റ് സേ a വന്നാൽ ഫംഗ്ഷനിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുക്കാവുന്നതാണ്. പ്രോപ്പർട്ടീസ് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ P5 ഫിഫ്ത്ത് പ്രോപ്പർട്ടി പറയുന്നത് ഇൻറ്റഗ്രൽ 0 to 2a ഫംഗ്ഷൻ അപ്പർ ലിമിറ്റ് 2 ഇൻറ്റു സം കോൺസ്റ്റൻറ്റ് എന്നുള്ളത് എഴുതാൻ പറ്റുക. സോ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2 ഇൻറ്റു എ കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റഡ് ആസ് ഇൻറ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 0 to a എഫ് ഓഫ് 2a മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. 2a എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യാണ് എ പ്ലസ് എ എന്നുള്ള മാതിരി. സോ ഇൻറ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത ഇൻറ്റഗ്രലിൽ ഫംഗ്ഷനിൽ 2a മൈനസ് എക്സ് കൊടുക്കണം. സിക്സ്ത് പ്രോപ്പർട്ടി സെയിം വേ 0 to 2a ഫോം ആണെങ്കിൽ if ഫംഗ്ഷനിൽ 2a മൈനസ് എക്സ് കൊടുക്കുക ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഇറ്റ് സെൽഫ് 2a മൈനസ് എക്സ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ തന്നെ വരികയാണെങ്കിൽ വാല്യൂ ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓർ 2a മൈനസ് എക്സ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വരികയാണെങ്കിൽ എപ്പോഴും വാല്യൂ 0 ആയിരിക്കും. ഇവിടെ 0 to 2a എന്നുള്ള ഫോമാണ്. സെവൻത്ത് പ്രോപ്പർട്ടി integral minus a to a, അതായത് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് റെപ്രസെൻറ്റ്സ് ദ സെയിം കോൺസ്റ്റൻറ്റ് ബട്ട് വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് എ പോസിറ്റീവ് എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം പ്രൊവൈഡഡ് എഫ് ഈസ് ആൻ ഈവൺ ഫംഗ്ഷൻ. എഫ് ഈവൺ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 11th പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഈവൺ ഫംഗ്ഷൻ? ഫംഗ്ഷനിൽ എക്സ് എന്നുള്ളിടത്ത് മൈനസ് എക്സ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ തന്നെ വരികയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരികയാണെങ്കിൽ അത് ഈവൺ ഫംഗ്ഷൻ ആണ്. സോ ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ഇൻറ്റഗ്രൽ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് എഴുതാം. ഈവൺ അല്ലെങ്കിൽ ഓഡ് ആയിരിക്കും. ഓഡ് എന്ന് പറയുന്നത്
എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വരുമ്പോൾ ദ ഇൻറ്റഗ്രൽ വാല്യൂ ഈസ് ഓൾവേസ് 0 പ്രൊവൈഡഡ് ദ ലിമിറ്റ് വേരീസ് ഫ്രം മൈനസ് എ ടു എ എന്നുള്ള ഫോം ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഓഡോ ഈവൺ നോക്കിയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓഡ് ഫംഗ്ഷൻ വന്നാൽ എപ്പോഴും 0 ആണ് വാല്യൂ. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ഒരു 7 പ്രോപ്പർട്ടീസ് കണ്ടിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം P0 ടു P7. ഇനി ബേസ്ഡ് ഓൺ ദാറ്റ് എക്സാമ്പിൾസ് നോക്കാം. ഇൻറ്റഗ്രൽ -π/4 ടു π/4 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെ ലിമിറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം -a to a എന്നുള്ള ഫോമാണ്. സോ ബൈ P7 ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ഇൻറ്റഗ്രൽ -a to a എന്നുള്ള ഫോം വന്നാൽ ഫംഗ്ഷൻ ഓഡ് ഓർ ഈവൺ എന്ന് നോക്കിയാൽ മതി. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ 0, ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a f of x dx എന്ന് എഴുതണം. സോ ലെറ്റ് us see ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ആണ്. സോ f of x ഈസ് സൈൻ സ്ക്വയർ എക്സ്. ഈവൺ ഓർ ഓഡ് ചെക്ക് ചെയ്യാനായിട്ട് എക്സിന് നെഗറ്റീവ് എക്സ് കൊടുക്കുക. So f of minus x is equal to sine square of negative x, which is sine square x itself. കാരണം സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ആണ്. ബട്ട് സൈൻ സ്ക്വയർ ഉള്ളത് കൊണ്ട് മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് വരും. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് സൈൻ സ്ക്വയർ എക്സ്. അതുകൊണ്ട് ഇവിടെ സൈൻ സ്ക്വയർ എക്സ് എന്ന് വരികയാണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇറ്റ് സെൽഫ്. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഈവൺ ആണ്. ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ബൈ ദ പ്രോപ്പർട്ടി ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ട്വൈസ് ഇൻറ്റഗ്രൽ 0 ടു എ. എ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് π/4 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. നൗ ഇൻറ്റഗ്രേറ്റ് ദിസ് പ്രോസസ്, ദിസ് ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ സൈൻ സ്ക്വയർ എക്സിന് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് 1 minus cos 2x/2. സോ ട്വൈസ് integral 0 to π/4 1 minus cos 2x/2 is sin square x. Now term by term integrate ചെയ്യാം. So twice ഇവിടെ constant 1/2 can be taken outside. So integral 0 to π/4 1 minus cos 2x dx എന്ന് വരും. 2 cancel ആയി. Now term by term integrate ചെയ്യുമ്പോൾ integral 1 dx എന്ന് പറയുന്നത് x ആണ്, minus cos 2x എന്ന് പറയുന്നത് sin 2x/2 ആണ്. Integral is over within the limits 0 to π/4. Now apply the limit. ഫംഗ്ഷനിലെ upper limit minus lower limit എന്ന് കൊടുക്കാം. So we have π/4 minus sin 2 into π/4/2. Upper limit 2 into π/4/2 upper limit minus lower limit is 0 minus sin 2 into 0/2. Simplify ചെയ്ത് നോക്കാം. π/4 minus sin 2 into π/4 is π/2/2 minus 0 minus sin 0 is 0. So it is 0. The second term is 0. Therefore π/4 minus sin 90 എന്ന് പറയുന്നത് 1 ആണ്. So π/4 minus 1/2 is the required numerical value according to the property applied. So minus a to a form വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈവൺ ഓർ ഓഡ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്രോബ്ലം ഇൻറ്റഗ്രൽ 0 to π x sin x by 1 plus cos square x into dx. Integral 0 to π x sin x by 1 plus cos square x into dx എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം നോക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും സൈൻ എക്സേ ഉള്ളൂ, വീണ്ടും അവിടെ എക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് പോകാൻ പറ്റില്ല. സോ വി ഗോ ഫോർ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഇവിടെ ഏത് ഫോമാണ്? ഇൻറ്റഗ്രൽ 0 to a, അതായത് ഫോർത്ത് പ്രോപ്പർട്ടി P4. ഇൻറ്റഗ്രൽ 0 to a f of x dx ആണെങ്കിൽ ഫംഗ്ഷനിലെ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് വേരിയബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്, അപ്പർ ലിമിറ്റ് പൈ ആണ്. സോ എക്സ് കാണുന്നോടത്ത് പൈ മൈനസ് എക്സ് എന്നുള്ള ഫോം കൊടുക്കണം ആൻഡ് ദെൻ ഇൻറ്റഗ്രേറ്റ്. സോ അപ്ലൈയിങ് P4 പ്രോപ്പർട്ടി P4. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to പൈ മൈനസ് എക്സ്. എക്സ് കാണുന്നോടത്ത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, സൈൻ ഓഫ് പൈ മൈനസ് എക്സ്
by 1 plus cos square of pi minus x into dx. Before that, let us replace this as I. തന്നിരിക്കുന്ന പ്രോബ്ലം ഐ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P4 പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഇൻറ്റഗ്രലിന് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടി കൊടുക്കാം. സോ അഗെയിൻ അപ്ലൈയിങ് ഐ ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ഇൻറ്റഗ്രൽ 0 to pi മൈനസ് എക്സ് സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രന്റ് by 1 plus cos 180 minus theta. Cos 180 minus theta എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് കോസ് എക്സ് വരും. ബട്ട് കോസ് സ്ക്വയർ ആയതുകൊണ്ട് നെഗറ്റീവ് കോസ് എക്സ് ഇൻറ്റു നെഗറ്റീവ് കോസ് എക്സ് വരുമ്പോൾ കോസ് സ്ക്വയർ എക്സ് തന്നെ വരും. സോ വി ഹാവ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ പൈ മൈനസ് എക്സ് എന്നുള്ളിടത്ത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ ഇൻറ്റഗ്രൽ 0 to pi sin x by 1 plus cos square x minus x sin x by 1 plus cos square x the whole into dx. Open the bracket, term by term divide. So pi sin x by 1 plus cos square x minus x sin x by 1 plus cos square x. ഇനി integral shift ചെയ്ത് കൊടുക്കാം. So this is integral 0 to pi sin x by 1 plus cos square x into dx minus integral 0 to x sin x by 1 plus cos square x into dx എന്നാണ് വരുന്നത്. Now, second integral ശ്രദ്ധിച്ചറിയാം. It is the given problem. Integral 0 to x sin x by 1 plus cos square x. So, the second integral ന് I എന്ന് substitute ചെയ്യാം. കാരണം അത് that is the given problem which we have taken it as I. Therefore, it is minus I. And നമ്മൾ proceed ചെയ്തത് I equal to വെച്ചാണ് by giving the property. So, I is equal to integral 0 to pi sin x by 1 plus cos square x minus I. Minus I ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ I plus I which is 2I and it is pi integral 0 to sin x by 1 plus cos square x into dx എന്ന് വരും. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ I equal to, I is the given problem. So I equal to എന്താണോ that will be the required answer. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് we have come across this familiar problem. Substitution method by definite integral ചെയ്തിട്ടുണ്ട്. cos x ന് u കൊടുത്ത് അതിനനുസരിച്ച് ലിമിറ്റും മാറണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. സോ ലിമിറ്റിനും വേരിയേഷൻ നോക്കണം. സോ പുട്ട് cos x is equal to u. So when x is equal to 0, u is equal to cos 0 which is 1. When x is pi, u is equal to cos pi which is minus 1. അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to pi എന്നുള്ളത് 1 to minus 1 എന്നുള്ളതാവും. Now again differentiating cos x is equal to u, differentiating minus sin x dx is equal to du or sin x dx is equal to minus du എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ നോക്കാം. Therefore, substituting, let us mark this as equation number 1. Therefore, 1 implies 2I is equal to pi into integral 0 to pi എന്നുള്ളത് 1 to minus 1 variation and sin x dx is minus du by 1 plus u square. Minus du by 1 plus u square എന്ന് വരും. Because cos x is u, 1 plus u square. Now 2i is equal to pi into minus പുറത്തേക്ക് എടുക്കാം. So minus pi into now 1 by 1 plus u square. 1 by 1 plus x square എന്ന് പറയുന്നത് tan inverse x ആണ്. So 1 by 1 plus u square tan inverse u. Integral value integral കണ്ടു കഴിഞ്ഞു. Now within the limits 1 to minus 1. Now give upper limit minus lower limit. So minus pi into
tan inverse minus 1 minus tan inverse 1, close the bracket, upper limit minus lower limit. So minus pi into tan inverse 1 എന്ന് പറയുന്നത് pi by 4. So tan inverse minus 1 is minus pi by 4. Minus pi by 4 as usual, minus tan inverse 1 is minus pi by 4. So minus pi into minus pi minus 2 pi by 4 as the denominator is the same. Simplify, minus minus cancel ആയി പോയി. So it is 2 pi square by 4. Left hand side 2i ആണ്, 2 pi square by 4. Therefore this implies I എന്നുള്ളത് എന്തായിട്ട് വരും? 2 cancel ചെയ്ത് പോവാം. So our answer is pi square by 4 is the required numerical value. തന്നിരിക്കുന്ന ഇൻ്റഗ്രലിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ബൈ 4. I എന്ന് റെപ്രസെൻറ്റ് ചെയ്തതാണ് ദ ഗിവൺ പ്രോബ്ലം. സോ പൈ സ്ക്വയർ ബൈ 4 ഇസ് ദ റിക്വയർഡ് ന്യൂമറിക്കൽ വാല്യൂ. വീണ്ടും പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രലിൽ എങ്ങനെ പ്രോബ്ലം ഈ ഗിവൺ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം നോക്കാം. Integral minus 1 to 1 sin raised to 5x cos raised to 4x dx. Integral minus a to a എന്നുള്ള ഫോമാണ് തന്നിരിക്കുന്നത്. സോ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇൻ്റഗ്രൽ മൈനസ് എ ടു എ ആയതുകൊണ്ട് കൺസിഡർ ദ സെവൻത്ത് പ്രോപ്പർട്ടി P7. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ വന്നാൽ ഫംഗ്ഷൻ ഓഡ് ഓർ ഈവൺ കണ്ടുപിടിച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ദ ഇൻ്റഗ്രൽ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആയത് എന്തെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് സൈൻ റേസ് ടു 5x കോസ് റേസ് ടു 4x. ഓഡ് ഓർ ഈവൺ കാണാനായിട്ട് എക്സിന് മൈനസ് എക്സ് കൊടുക്കണം. So f of minus x is sin raised to 5 minus x cos raised to 4 minus x. Now sin minus theta എന്നുള്ളത് മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പോൾ സൈൻ റേസ് ടു 5 എടുക്കുമ്പോൾ ഓഡ് വന്ന കാരണം അത് നെഗറ്റീവ് സൈൻ എക്സ് ആയിട്ട് മാറി. സോ മൈനസ് സൈൻ റേസ് ടു 5x. നൗ കോസ് മൈനസ് തീറ്റ കോസ് എക്സ് ആണ്, പവർ even ആണ് 4. So it will give cos raised to 4x only. പോസിറ്റീവ് ആണ്. കോസ് റേസ് ടു 4 നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് കോസ് റേസ് ടു 4x ആണ്. കാരണം കോസ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. Therefore തന്നിരിക്കുന്ന ഫംഗ്ഷൻ സൈൻ റേസ് ടു 5 കോസ് റേസ് ടു 4 ആണ്. നമ്മൾ മൈനസ് എക്സ് കൊടുക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് മൈനസ് ഓഫ് സൈൻ റേസ് ടു 5x കോസ് റേസ് ടു 4x വിച്ച് ഇംപ്ലൈസ് ദിസ് ഈസ് നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഫംഗ്ഷൻ ഓഡായി. സോ ദ ഫംഗ്ഷൻ ഈസ് ഓഡ് ഹിയർ. ഓഡ് ഫംഗ്ഷൻ ആയാൽ പ്രോപ്പർട്ടി സെവൻത് പ്രോപ്പർട്ടി പറയുന്നത് സെവൻത് പ്രോപ്പർട്ടി ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഓഡ് ദ ഇൻറ്റഗ്രൽ വാല്യൂ ഈസ് ഓൾവേസ് 0. സോ സിൻസ് ഫംഗ്ഷൻ ഈസ് ഓഡ് integral minus 1 to 1 sin raised to 5x cos raised to 4x dx എന്നുള്ളത് 0 ആയിരിക്കും. Similarly, another problem, integral 0 to pi by 2 sin raised to 4x by sin raised to 4x plus cos raised to 4x into dx. Integral 0 to pi by 2 sin raised to 4 by sin raised to 4 plus cos raised to 4. ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ശ്രദ്ധിച്ചാൽ 0 to a. ഇൻ്റഗ്രൽ 0 to a വന്നാൽ ദ ഫോർത്ത് പ്രോപ്പർട്ടി P4 എന്താണ് പറയുന്നത്? ഫംഗ്ഷനിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് കൊടുക്കാം. സോ ലെറ്റ് ദ ഗിവൺ പ്രോബ്ലം ബി ഐ. ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു ദി ഗിവൺ പ്രോബ്ലം. ഇക്വേഷൻ 1 മാർക്ക് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to a എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് ലെറ്റ് ദ ഗിവൺ പ്രോബ്ലം ബി ഐ. നൗ ബൈ P4 അതായത് ഫോർത്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ അഗെയിൻ ഐ ഈസ് ഈക്വൽ ടു 0 to pi by 2 ഫംഗ്ഷനിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എ മൈനസ് എക്സ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ബൈ sin raised to 4 into pi by 2 minus x plus cos raised to 4 into pi by 2 minus x into dx. Now sin 90 minus theta എന്ന് പറയുന്നത് cos theta and cos 90 minus theta sin theta ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് 90 ആണ്. സോ
റേഷ്യോ മാറും, ട്രിഗ്നോമെട്രിക് റേഷ്യോ മാറും. അതുകൊണ്ട് ഇതിനെ ഇൻ്റഗ്രൽ സൈൻ റേസ് ടു പൈ 0 to pi by 2 cos raised to 4x by cos raised to 4x plus sin raised to 4x into dx എന്ന് വരും. Let us mark it as equation number 2. So property കൊടുത്തു കഴിഞ്ഞ് simplify ചെയ്യുക. Then let us mark it as equation 2. Sin 90 minus theta cos theta. Sin raised to 4 ആയതുകൊണ്ട് cos raised to 4. Similarly the denominator applying the result. Now add equation 1 and equation 2. Next step എന്ന് പറയുന്നത് 1 plus 2 equations add ചെയ്യുക. So I plus I എന്നുള്ളതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 0 to pi by 2 sin raised to 4x by sin raised to 4x plus cos raised to 4x into dx plus right hand side of equation 2 എന്ന് പറയുന്നത് cos raised to 4 by cos raised to 4 plus sin raised to 4 and the same integral cos raised to 4 by cos raised to 4x plus sin raised to 4x into dx. ഇതാണ് equation 1 plus equation 2. Now I plus I 2i. Right hand side add ചെയ്യാനായിട്ട് both are with the same integral limit. Integral 0 to pi by 2 എന്നുള്ള same limit ആയതുകൊണ്ട് we can give the common limit as integral 0 to pi by 2. ഇനി functions add ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, denominator sin raised to 4 plus cos raised to 4. Similarly here sin raised to 4 plus cos raised to 4 means the denominator is the same. നമ്മൾ fractions add ചെയ്യണ പോലെ തന്നെ denominator same ആണെങ്കിൽ we can add the numerator by the denominator. So sin raised to 4x plus cos raised to 4x by the denominator sin raised to 4x plus cos raised to 4x into dx എന്ന് വരും. Function ശ്രദ്ധിക്കാം, it is the same sin raised to 4x plus cos raised to 4x in the numerator and denominator which get cancelled. So remaining 1 വരും. So 2i equal to integral 0 to pi by 2 1 dx which is x within the limit 0 to pi by 2 which is equal to pi by 2 minus 0. Integral 1 പറയുന്നത് x ആണ്. Now limit കൊടുത്തു 0 to pi by 2. So pi by 2 minus 0 which is pi by 2. So 2i ആണ് pi by 2. I ആണ് നമ്മുടെ problem. I is the given problem. 2i ആണ് pi by 2 എങ്കിൽ from this equation what is I equal to pi by 4 is the required numerical value. തന്നിരിക്കുന്ന definite integralന്റെ numerical value എന്ന് പറയുന്നത് pi by 4 by applying the fourth property. Properties of definite integrals റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യും. ഇൻറ്റഗ്രൽ pi by 6 to pi by 3 1 by 1 plus root tan x എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും? റൂട്ട് tan x sin x by cos x ആണെന്ന് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിനെ റീറൈറ്റ് ചെയ്യാം pi by 6 to pi by 3 dx by 1 plus root sin x by root cos x എന്ന് വരും. ബിക്കോസ് tan x is sin x by cos x. Root of sin x by cos x എന്ന് പറയുന്നത് root sin x by root cos x. Now take the LCM. That is integral pi by 6 to pi by 3 root cos x by root cos x plus root sin x എന്ന് വരും. Root cos x by root cos x plus root sin x. കാരണം LCM denominator root cos x വരും. Reciprocal എടുക്കുമ്പോൾ it goes up numerator. ഇനി ഇവിടെ ചെയ്യുന്നത് സോ ദ പ്രോപ്പർ ഇൻറ്റഗ്രൽ എ ടു ബി എന്നുള്ള ഫോമാണ്. എ ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ എ ടു ബി എന്നുള്ള ഫംഗ്ഷൻ വരുമ്പോൾ P3 പ്രോപ്പർട്ടി തേർഡ് പറയുന്നുണ്ട്. ഇൻറ്റഗ്രൽ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിലെ ഫംഗ്ഷനിൽ എ പ്ലസ് ബി മൈനസ് എക്സ് കൊടുക്കാവുന്നതാണ്. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റഗ്രൽ കാണാവുന്നതാണ്. സോ നൗ ദ പ്രോബ്ലം ഈസ് therefore this is rewritten as pi by 6 to pi by 3 root cos x by root cos x plus root sin x എന്ന് വരും. Now applying P3, applying property P3 implies integral pi by 6 to pi by 3 root of
cos a plus b minus x. Upper limit pi by 3, lower limit pi by 6 minus x. Same way to the denominator, root of cos pi by 3 plus pi by 6 minus x plus root of sin pi by 3 plus pi by 6 minus x the whole into dx എന്ന് കൊടുക്കാം. ഇനി what is pi by 3 plus pi by 6 minus x എന്നുള്ളത് നോക്കാം. pi by 3 plus pi by 6 എന്ന് പറയുന്നത് 6 pi plus 3 pi by 18. Taking LCM, 6 pi plus 3 pi എന്ന് പറയുന്നത് 9 pi ആണ്. So 9 pi by 18 or it is pi by 2. So pi by 3 plus pi by 6 എന്നുള്ളത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? pi by 2. So this is integral pi by 6 to pi by 3 root cos 90 minus x by root cos 90 minus x plus root sin 90 minus x എന്ന് കൊടുക്കാം. Now cos 90 minus x sin x, cos 90 minus x again sin x, sin 90 minus x which is again cos x. Therefore we have integral pi by 6 to pi by 3 root sin x by root sin x plus root cos x എന്ന് കൊടുക്കാം. cos 90 minus x sin x, cos 90 minus x sin x again, sin 90 minus x cos x എന്നുള്ളതാണ് പ്രോപ്പർട്ടി. നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലം റൂട്ട് കോസ് എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് എന്നുള്ളത് ഐ ആക്കി എടുത്തിട്ട് ആഡ് ചെയ്യാം. നൗ ലെറ്റ് us mark this as equation number 2. The given problem I is equal to pi by 6 to pi by 3 root cos x by root cos x plus root sin x എന്നുള്ളത് നമ്മൾ റീറൈറ്റ് ചെയ്തത് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാവുന്നതാണ്. Now after applying the property again I is equal to എന്നുള്ളത് simplified formula കിട്ടിയിട്ടുണ്ട്. അതിന് ഇക്വേഷൻ 2 add 1 and 2. So 1 plus 2 implies 2i is equal to, now add the right hand side. Integral same ആണ്, limit same ആണ്. So common limit pi by 6 to pi by 3. Root sin x plus root cos x both the same term in the denominator ആയതുകൊണ്ട് numerator നമുക്ക് add ചെയ്യാം. Root sin x plus root cos x by root sin x plus root cos x into dx എന്ന് വരും. So cancelling the same terms we get integral pi by 6 to pi by 3 1 dx. Integral 1 എന്ന് പറയുന്നത് x ആണ്. Within the limits pi by 6 to pi by 3. So it is pi by 3 minus pi by 6, upper limit minus lower limit, and 6 pi minus 3 pi by 18, or it is 3 pi by 18 which is pi by 6. Now 2i ആണ് pi by 6, so what will be I? Therefore 2i is given as pi by 6. Therefore I ആണ് given problem, so pi by 2 into 6 12. So pi by 12 is the required numerical value. So first ശ്രദ്ധിക്കേണ്ടത് root tan x നെ convert ചെയ്യണം. Mark it as equation number 1, then apply the property, then simplifying you will get equation number 2, add the two equations, you will get pi by 2 as the numerical value to evaluate integral 0 to pi by 2 log sin x dx. നമുക്കറിയാം 0 to a എന്നുള്ള ഫോമാണ്. 0 to a വരുമ്പോൾ P4 fourth property ഫംഗ്ഷനിൽ a minus x upper limit minus lower minus x എന്ന് കൊടുക്കാം. So let I be the given problem and let it be equation number 1. Applying P4 by P4 I is equal to integral 0 to pi by 2 log sin pi by 2 minus x into dx. Upper limit pi by 2 ആണ്. Pi by 2 minus x. Now sin 90 minus x എന്ന് പറയുന്നത് cos x ആണ്. So 0 to pi by 2 log cos x into dx
Equation number 2 because simplification കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അതിനെ 2 മാർക്ക് ചെയ്യാം. Now add 1 and 2. 1 plus 2 implies I plus I, 2I equal to 1, 2 equationൻ്റെ right hand side consider ചെയ്യുമ്പോൾ integral 0 to pi by 2, integral 0 to pi by 2. So common limit integral 0 to pi by 2. Functions add ചെയ്യാം. Log sin x plus log cos x the whole into dx. Now log sin x plus log cos x log a plus log b form ആണ്. Log a plus log b എന്നുള്ളത് log a into b. So this is integral 0 to pi by 2 log sin x into cos x into dx. ഇനി now we add and subtract log 2 in the function. Integrandile log 2 എന്നുള്ള numerical value add and subtract. So this is integral 0 to pi by 2 log sin x cos x function ഉള്ളത് add log 2 subtract log 2 the whole into dx എന്ന് വരും. Now the first two terms group ചെയ്യുമ്പോൾ വീണ്ടും അവിടെ log a plus log b form ആണ്. So log a into b വരും. അതായത് log of 2 into sin x cos x. 2 sin x cos x എന്ന് പറയുന്നത് sin 2xൻ്റെ ഫോർമുലയാണ്. So next step, this is integral 0 to pi by 2 log 2 into sin x cos x minus log 2 the whole into dx. Log a plus log b, log a into b, so log of 2 into sin x cos x. Now 2 sin x cos x എന്ന് പറയുന്നത് log sin 2x ആണ്. So log sin 2x minus log 2 the whole into dx. Integral 0 to pi by 2 is the limit. Now limit shift ചെയ്യാം. So integral 0 to pi by 2 log sin 2x dx minus integral 0 to pi by 2 log 2 dx. Now left hand side 2i ആണ്. Now second integral എന്ന് പറയുന്നത് log 2, log of 2. It's a constant. Log 2 അവിടെ constant ആണ്. So log 2 will be again a constant. So log 2 പുറത്തേക്ക് എടുത്താൽ integral dx which is x, then upper limit minus lower limit കൊടുത്താൽ pi by 2 എന്ന് വരും. So അതൊന്ന് simplify ചെയ്ത് എഴുതാം. Integral 0 to pi by 2 log sin 2x dx minus log 2 integral 1 dx 0 to pi by 2. That is 2i is equal to integral 0 to pi by 2 log sin 2x dx minus log 2 into x within the limit 0 to pi by 2. Integral 1 എന്ന് പറയുന്നത് x ആണ്, within the limit 0 to pi by 2. Now upper limit minus lower limit കൊടുക്കുമ്പോൾ pi by 2 minus 0 which is pi by 2 log 2 എന്ന് വരും. So we have 2i is equal to integral 0 to pi by 2 log sin 2x dx minus pi by 2 into log 2. ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. Now the first integral integrate ചെയ്യാനായിട്ട് 2xന് അവിടെ substitution കൊടുക്കാം. So in the next step put 2x is equal to u. Say differentiate ചെയ്യാം. 2 into 1 is equal to du by dx or 2 dx is equal to du. Definite integral ആണ്, substitution കൊടുത്തിട്ടുണ്ട്. So limit variation നോക്കണം. So when x is equal to 0, u is equal to, when x is 0, u is equal to 2 into 0 which is 0. When x is pi by 2, u is equal to upper limit pi by 2. u is equal to 2 into pi by 2. 2 into pi by 2 എന്ന് പറയുമ്പോൾ pi ആണ്. So 0 to pi by 2 എന്നുള്ള ലിമിറ്റ് ചേഞ്ച് ചെയ്യണത് 0 to pi ആണ്. So substitute in the first integral on the right hand side. So 2i is equal to integral 0 to pi log sin u. 2xനാണ് u കൊടുത്തത്. Now dx will be equal to du by 2. dx is equal to du by 2.
into du by 2. Substitution ചെയ്തു. Minus second integral അവിടെയുള്ളത് pi by 2 log 2 ആണ്. Or this is 2I is equal to 1 by 2 integral 0 to pi log sin u du minus pi by 2 into log 2. Now, integral 0 to pi log sin u du എന്നുള്ളത് 0 to pi എന്നുള്ളത് 0 to 2a expression ഏതാണ്? That is 1 by 2 integral 0 to 2 into pi by 2. 2 into pi by 2 എന്ന് പറയുന്നതാണ് പൈ. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 2a എന്നുള്ള ഇൻറ്റഗ്രൽ ഫോം ആയി വന്നു. ലോഗ് ദ റെസ്റ്റ് ഈസ് ദ സെയിം ലോഗ് സൈൻ യു ഡി യു മൈനസ് പൈ ബൈ 2 ലോഗ് 2. നൗ സിക്സ്ത് പ്രോപ്പർട്ടി പറയുന്നുണ്ട് ഇൻറ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് if f of 2a minus x is equal to f of x or 0 if f of 2a minus x is equal to minus f of x എന്നുള്ളത്. സോ സിക്സ്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ് ആ ഇൻറ്റഗ്രൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 2i equal to integral of this. Let us mark this as equation number 3. Now let us take integral alone. Consider integral 0 to 2 into pi by 2 log sin u du. Now function എന്ന് പറയുന്നത് log sin u ആണ്. f of 2a minus x 2a എന്ന് പറയുന്ന ഫോമാണ് 2 into pi by 2. 2 into pi by 2 എന്ന് പറയുന്നത് പൈ ആണ്. സോ f of pi minus x എന്ന് പറയുന്നത് log sin of pi minus x. യു എന്നുള്ള എക്സ് വേരിയബിൾ എഫ് ഓഫ് യു ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. അതുകൊണ്ട് എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് യു എടുക്കാം. യു എന്ന് പറയുന്നത് പൈ മൈനസ് എക്സ് ആണ്. സോ പൈ മൈനസ് എക്സ് കൊടുത്താൽ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ലോഗ് സൈൻ എക്സ് ഇറ്റ് സെൽഫ്, അതായത് ലോഗ് സൈൻ യു, ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലോഗ് സൈൻ യു വിച്ച് ഈസ് എഫ് ഓഫ് യു ഇറ്റ് സെൽഫ്. അതായത് എഫ് ഓഫ് 2a മൈനസ് എക്സ് പ്രോപ്പർട്ടിയിൽ എഫ് ഓഫ് 2a മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ വരികയാണെങ്കിൽ ഇൻറ്റഗ്രൽ ക്യാൻ ബി റീറിട്ടൺ ആസ് ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എഫ് ഓഫ് എക്സ് തന്നെയാണ്, എക്സിന് പകരം യു എന്നുള്ള വേരിയബിൾ. സോ therefore by P6 എന്നുള്ള പ്രോപ്പർട്ടിയിൽ ഇൻറ്റഗ്രൽ 0 to pi by 2 2 into pi by 2 log sin u du എന്നുള്ളത് ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a എന്ന് പറയുന്നതാണ് ഇവിടെ പൈ ബൈ 2. 0 to 2 into a എന്ന് പറയുന്നത് പൈ ബൈ 2 log sin u du എന്ന് വരും ബൈ P6 പ്രോപ്പർട്ടി. നൗ ബൈ P0 അതായത് ഫംഗ്ഷനിലെ ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് സെയിം ആസ് ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് ടി ഡി ടി. അതായത് വേരിയബിൾ ജസ്റ്റ് ചേഞ്ച് ചെയ്യണു. ആസ് ബിഫോർ സൈൻ എക്സ് എന്നുള്ളത് സൈൻ ടി എന്ന് എഴുതണു. ഫംഗ്ഷൻ മാറിയിട്ടില്ല. എക്സിന് പകരം ടി അവിടെ വേരിയബിൾ വെച്ചു, അത്രയേ ഉള്ളൂ. ഫംഗ്ഷൻ ഹാസ് നോട്ട് ചേഞ്ച്. സോ ബൈ P0 ട്വൈസ് ഇൻറ്റഗ്രൽ 0 to pi by 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാവുന്നതാണ് ബൈ P0 property. By property P0. So integral 0 to 2 into pi by 2 log sin u എന്നുള്ളത് twice integral 0 to pi by 2 log sin x dx എന്ന് എഴുതാവുന്നതാണ് എന്നാണ് നമ്മളിപ്പോൾ പ്രോപ്പർട്ടി പ്രകാരം ചെയ്തിട്ടുള്ളത്. So going back to equation 3, this integral can be substituted what we got before. So therefore equation 3 implies 2i is equal to 1 by 2 constant അവിടെ ഉള്ളതാണ്. ഇനി ഇൻറ്റഗ്രൽ 2 into pi by 2 ആണ് നമ്മളിപ്പോൾ കണ്ടത്. വാട്ട് ഈസ് ദാറ്റ്? ട്വൈസ് ഇൻറ്റഗ്രൽ 0 to pi by 2 log sin x dx മൈനസ് pi by 2 log 2 എന്ന് വരും. Now 2i is equal to 2 cancel. Remaining integral 0 to pi by 2 log sin x dx. Integral 0 to pi by 2 log sin x dx എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പ്രോബ്ലം ആണ്. അതിനെ ഐ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ അഗെയിൻ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ആസ് ഐ മൈനസ് pi by 2 log 2.
I left hand side കൊണ്ടുവരുമ്പോൾ 2i minus I which is I, which is minus pi by 2 log 2 is the required numerical value. So integral 0 to pi by 2 log sin x dx എന്ന് പറയുന്നത് minus pi by 2 log 2 ആണ്. എക്സസൈസ് പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ integral 0 to pi by 2 cos square x dx. ഇവിടെ cos square x ലിമിറ്റ് എന്ന് പറയുന്നത് 0 to a form. So think of P4, fourth property. So first let us put it as I, equation number 1. By P4, the property I is equal to integral 0 to pi by 2 cos square 90 minus x into dx, upper limit minus x. So it is integral 0 to pi by 2 simplify ചെയ്യുകയാണെങ്കിൽ sin square 90 sin square x cos 90 minus x sin x. അപ്പോൾ cos square 90 minus x will be sin square x. Sin x into sin x which is sin square x. Simplification കഴിഞ്ഞു. Equation number 2 mark ചെയ്യാം. Now add equation 1, equation 2. So I plus I, 2i. Common limit 0 to pi by 2. Function എന്ന് പറയുന്നത് sin square x plus cos square x. Sin square x plus cos square x whole into dx എന്ന് വരും. Now what is sin square x plus cos square x? It is 1. So it is integral 0 to pi by 2 1 dx which is x within the limit 0 to pi by 2 which is pi by 2 minus 0 which is pi by 2. So 2i is pi by 2. 2i ആണ് pi by 2. So what is I? Pi by 4. അതായത് integral 0 to pi by 2 cos square x ആണ് I. ആ പ്രോബ്ലം ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് pi by 4 ആണ്. Next problem is integral 0 to pi by 2 root sin x by root sin x plus root cos x. The whole into dx. ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ലിമിറ്റ് ശ്രദ്ധിച്ചാൽ 0 to a എന്നുള്ള ഫോം. സോ ഫോർത്ത് പ്രോപ്പർട്ടി കൊടുക്കാം. സോ ലെറ്റ് I be the given problem and let us mark this as equation number 1. P4 property apply ചെയ്താൽ I is equal to integral 0 to pi by 2 root sin 90 minus x by root sin 90 minus x plus root cos 90 minus x. Now sin 90 minus x cos 90 minus x sin x ആണ്. Therefore integral 0 to pi by 2 root cos x by root cos x plus root sin x into dx equation number 2. Simplification കഴിഞ്ഞു. Add ചെയ്യാം. So adding 1 plus 2 I plus I എന്ന് പറയുന്നത് 2i. Common limit ആണ് 0 to pi by 2. Denominator root sin x plus cos x, root sin x plus cos x. Equation 1ലും 2ലും denominator same ആണ്. So we can add the numerator which is root sin x plus root cos x and denominator is root sin x plus root cos x again. So root sin x plus root cos x എന്നുള്ളത് cancel ആയി പോവും. So 2i is equal to integral 0 to pi by 2 1 dx എന്ന് വരും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ആസ് വെൽ ആസ് ദ സെയിം ടേംസ് ക്യാൻസൽ ആയാൽ 1. സോ ഇൻറ്റഗ്രൽ കാണുമ്പോൾ എക്സ് 0 to pi by 2 വിച്ച് ഈസ് pi by 2 minus 0 which is pi by 2. So 2i is pi by 2. So I is pi by 4 is the numerical value. I is the given problem. So whenever integral 0 to a numerator sin ന്റെ പവറും ഡിനോമിനേറ്റർ sin plus cos എന്നുള്ളതിൻ്റെ ഫംഗ്ഷൻ്റെ പവറും വരികയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി വെച്ച് ചെയ്യാവുന്നതാണ്. P4 that is integral 0 to a f of x dx equal to f of a minus x into dx എന്നുള്ള പ്രോപ്പർട്ടി വെച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇൻറ്റഗ്രൽ -5 to 5 മോഡുലസ് x plus 2 -5 to 5 മൈനസ് a to a എന്നുള്ള ഫോം ആണെങ്കിലും ഇവിടെ മോഡുലസ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. മോഡുലസ് ഫംഗ്ഷൻ അബ്സല്യൂട്ട് മോഡുലസ് ഫംഗ്ഷൻ എന്നുള്ളത് 11th പഠിക്കുന്നുണ്ട്. മോഡുലസ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. അത് വെച്ച് ഹൗ ടു ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ ഈ മോഡുലസ് ഫംഗ്ഷൻ അവിടെ ഇല്ലാതാവണം. അതിനായിട്ട് ചെയ്യുന്നത് വി ടേക്ക് ആദ്യം തന്നെ
തന്നെ ചെയ്യേണ്ടത് ഫംഗ്ഷൻ മോഡുലസിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ എക്സ് പ്ലസ് ടു ലെറ്റ് ദാറ്റ് ബി ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു -2. നൗ തന്നിരിക്കുന്ന ലിമിറ്റ് -5 to 5 എന്നുള്ളതിൽ -2 ഈസ് ബിറ്റ്വീൻ -5 to 5. -5 to 5 എന്നുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂ ആണ് -2. അതായത് എ ടു ബി എന്നുള്ള വാല്യൂവിൽ നമ്മളൊരു ഒരു റിയൽ നമ്പർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സോ ബൈ വൺ ഓഫ് ദ പ്രോപ്പർട്ടി പറയുന്നുണ്ട് ഇൻറ്റഗ്രൽ എ ടു ബി എന്നുള്ള ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ എ ടു സി പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി. ഇൻറ്റഗ്രൽ എ ടു സി പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എന്നുള്ള ആ പ്രോപ്പർട്ടി ആ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യണത്. സോ ദിസ് ഇൻറ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -5 to -2 മോഡുലസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ് പ്ലസ് -2 to 5 മോഡുലസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് ബൈ ദ പ്രോപ്പർട്ടി. -5 to -2 ദെൻ ഫ്രം -2 to 5 മോഡുലസ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇനി മോഡുലസ് ഫംഗ്ഷൻ പോവാനായിട്ട് കൺസിഡർ എനി റിയൽ നമ്പർ ബിറ്റ്വീൻ ദ ഇൻ്റർവൽ -5 to -2 എനി റിയൽ നമ്പർ. യു ക്യാൻ ടേക്ക് -3 or -4. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫംഗ്ഷൻ. കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വരും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. നോക്കാം. -5 to -2, -3, -4, -5. So take -3. -3 plus 2 എന്നുള്ളത് -1 ആണ്. സോ ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ എക്സിസ്റ്റ് ചെയ്യുക നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ആണ്. സോ ചെയ്യുന്നത് -5 to -2 നെഗറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2 എന്ന് എഴുതും. കാരണം കിട്ടുന്ന വാല്യൂ അവിടെ നെഗറ്റീവ് ആണ്. -3 plus 2 എന്ന് പറയുന്നത് -1 ആണ്. So the function is as a negative value there. അതുകൊണ്ട് അതിനെ നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ആണ്. നൗ -2 to 5 സെയിം വേ. -2 to 5 എന്ന് പറയുമ്പോൾ ടേക്ക് എനി റിയൽ നമ്പർ ബിറ്റ്വീൻ -2 to 5. സേ -1, -0, 1, 2, 3 ആൻഡ് സോ ഫോർ. ലെറ്റ് us take 3. 3 plus 2 എന്നുള്ളത് 5. ഒരു പോസിറ്റീവ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതും. So the first procedure, modulus function vannal, take the function equal to 0, you will get a real number between the interval given. ആ ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യുക. A to B എന്നുള്ളത് A to C plus C to B. Now ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷൻ പോവാനായിട്ട് take any real number between the interval, substitute in the function. ഒരു പോസിറ്റീവ് വാല്യൂ ആണ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഴുതാം. ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഴുതാം. സോ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദ മോഡുലസ് ഫംഗ്ഷൻ. നൗ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ദ ഇൻറ്റഗ്രൽ. നൗ ഇൻറ്റഗ്രേഷൻ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. സോ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. ഇൻറ്റഗ്രേറ്റിംഗ് integral x is x square by 2 plus integral 2 is 2x within the limits -2 within the limits -5 to -2 plus again integrating x square by 2 plus 2x within the limits -2 to 5. Now upper limit minus lower limit ഓരോ ടേമിലും കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യേണ്ടതാണ്. So the first one, negative outside ഉണ്ട്. So negative of -2 is the upper limit, lower limit -5. -2 square by 2 plus 2 into -2 upper limit minus lower limit is -5. -5 square by 2 plus 2 into -5. upper limit minus lower limit. First term le minus outside ഉണ്ട്, അതാണ് minus of big bracket. Then upper limit minus lower limit, close the bracket. Then plus the next term. Next term le upper limit 5, lower limit -2. So 5 square by 2, 5 square by 2 plus 2 into 5. upper limit minus lower limit എന്ന് പറയുന്നത് -2 ആണ്. -2 square by 2 plus 2 into -2. മൈനസ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ടേമിന് മാത്രമാണ്. സിംപ്ലിഫൈ ദാറ്റ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് -2 square is 4 by 2
minus 4 minus 5 square എന്ന് പറഞ്ഞാൽ 25 by 2 minus 10 minus ഉള്ള കാരണം plus 10 ആണ്. Close the bracket. ഇവിടുത്തെ മൈനസ് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. സോ നെഗറ്റീവ് 25 by 2 minus 10, so minus plus 10. Let this minus be there as it is, plus 25 by 2 plus 10 minus ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. Minus 2 square is 4 by 2. Minus 4 becomes plus 4. Minus 4 minus plus 4. 4 by 2 is negative 4 by 2. Now taking again minus inside the bracket, minus 4 by 2 plus 4 plus 25 by 2 minus 10 plus 25 by 2 plus 10 minus 4 by 2 plus 4. Simplify ചെയ്യുമ്പോൾ വീണ്ടും 4 by 2 എന്നുള്ളത് 2 ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. And so minus 2 plus 4 plus 25 by 2 minus 10 plus 25 by 2 plus 10 minus 2 plus 4. Adding the numbers. 25, 4 minus 2, 2. 2 minus 10 minus 8. Minus 8 plus 10 എന്ന് പറയുന്നത് 2 ആണ്. 2 minus 2, 0. Remaining 4 is the answer. Now 25 by 2, 25 by 2 എന്ന് പറയുന്നത് 50 by 2, which is again 25. So 25 plus 4, which is 29, is the answer. So this is how we get the integral, definite integral of an absolute value function. വീണ്ടും ഒരു മോഡുലസ് ഫംഗ്ഷൻ ആണ് x cube minus x. അപ്പോൾ പ്രോപ്പർട്ടി a to b എന്നുള്ളത് a to c plus c to b എന്നുള്ള സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ആ c എന്താണ് റിയൽ നമ്പർ എന്നുള്ളത് കണ്ടുപിടിക്കണം. For that, put x cube minus x equal to 0. X value കാണണം. So x into x square minus 1 equal to 0, or x into x plus 1 into x minus 1 equal to 0. X square minus 1 square. A square minus b square form split ചെയ്യാണ്. So x is equal to 0, minus 1 and 1 ആണ് വാല്യൂ വരുന്നത്. So minus 1 to 2 എന്നുള്ള റേഞ്ചിൽ given this values നമുക്ക് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് എന്ന ലിമിറ്റ് എന്ന് പറയുന്നത് -1, 0, 1, 2. -1 to 2ൽ കിട്ടുന്ന വാല്യൂസ് ആണ് 0 and 1. സോ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? -1 to 0, 0 to 1 and 1 to 2 എന്നുള്ള റേഞ്ചിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഗീവൺ പ്രോബ്ലം ഈസ് arranging the values in the ascending order, we have this way. So it is -1 to 0 plus 0 to 1 plus 1 to 2 x cube minus x. Property ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി മോഡുലസ് ഫംഗ്ഷൻ പോവാനായിട്ട് ടേക്ക് എനി വാല്യൂ ഇൻ ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നതെന്ന് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. സോ -1 to 0ൽ നമുക്ക് നെഗറ്റീവ് 0.5 എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് സീ ദ വാല്യൂ. സോ വി ഹാവ് -1 to 0 x cube minus x. -1 to 0ൽ ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. പ്ലസ് 0 to 1 ഫംഗ്ഷൻ നെഗറ്റീവ് ആണ്. minus of x cube minus x. Again 1 to 2 it is a positive function. So modulus illadayi. Now we can integrate. Integrate ചെയ്യുമ്പോൾ വീണ്ടും integrate ചെയ്യുന്നതിന് മുമ്പ് this can be rewritten as നെഗറ്റീവ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. സോ ദാറ്റ് മൈനസ് ഓൾറെഡി അവിടെ ക്ലിയർ ഔട്ട് ആയി. സോ പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 x minus x cube എന്ന് വരും. പ്ലസ് 1 to 2 x cube minus x. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 4 by 4 minus x square by 2 within the limits -1 to 0 plus x square by 2 minus x raised to 4 by 4 within the limits 0 to 1 plus x raised to 4 by 4 minus x square by 2 within the limits 1 to 2 എന്ന് വരും. Now each termൽ ഫംഗ്ഷൻ എക്സ് വേരിയബിളിലോടുത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. സോ വി ഹാവ് അപ്പർ ലിമിറ്റ് ഫസ്റ്റ് ടേമിൽ 0 ആണ്.
0 എടുക്കുമ്പോൾ 0 by 4 minus 0 by 2, 0 it is negative of, so 0 minus, put bracket, minus 1 raised to 4 by 4 minus minus 1 square by 2 എന്ന് വരും. Minus 1 raised to 4 by 4 minus minus 1 square by 2 plus the second term upper limit 1, lower limit 0. Lower limit 0 ആയതുകൊണ്ട് second term അവിടെ vanish ആയിപ്പോയി. Only the upper limit exists, which is 1 square by 2 minus 1 raised to 4 by 4 minus 0. Second term കഴിഞ്ഞു. Now the third term, upper limit minus lower limit കൊടുത്താൽ 2 raised to 4 by 4 minus 2 square by 2 minus 1 raised to 4 by 4 minus 1 square by 2. Simplify ചെയ്യാം. Minus 1 raised to 4 എന്ന് പറയുന്നത് 1 ആണ്. So 1 by 4 taking negative. So 1 by 4 negative 1 by 4 minus 1 square is 1 by 2 minus 1 by 2 എന്നുള്ളത് plus 1 by 2 ആയി plus again 1 by 2 minus 1 by 4 plus 2 raised to 4 16 by 4 minus 4 by 2 negative എടുക്കാം ഉള്ളിലേക്ക്. So minus 1 by 4 plus 1 by 2. Solve ചെയ്യുമ്പോൾ minus 1 by 4 minus 1 by 4 solve ചെയ്യാം by taking cancelling what all required. So this is equal to minus 1 by 4 minus 1 by 4 then 4 minus 1 by 4 plus half minus 1 by 4 plus 4 minus 2 minus 1 by 4 plus 1 by 2 എന്ന് വരും. 16 by 4 and 4 by 2 simplify ചെയ്തത്. Now this is equal to minus 1 by 4 minus 1 by 4 എല്ലാം ആഡ് ചെയ്താൽ 4 denominator same minus 1 minus 1 minus 1 minus 3 by 4 എന്ന് വരും. Then half plus half is 1 remaining 4 minus 2 4 minus 2 എന്നുള്ളത് 2 ആണ്. Then what is remaining? Plus half. Half plus half 1 plus 2 plus half. Now LCM 8. So minus LCM 8 ആണ്. 8 times 2 2 3 minus 6 plus 8 plus 16 plus 4 which is 6 minus 6 plus 4 minus 2 minus 2 plus 8 6 ആണ്. 6 plus 6 6 plus 16 22 by 8 or it is 11 by 4 which is the numerical value. Adding we will get this is the answer. So numerical value x cube of x cube minus x modulus function value integrate ചെയ്യുമ്പോൾ definite integral വരുന്നത് 11 by 4 ആണ്. Given definite integral integrate ചെയ്യാനായിട്ട് 0 to a എന്നുള്ള ഫോം ആണ്. So by P4 fourth property പ്രകാരം we can write this as integral 0 to 1 minus x into 1 minus of 1 minus x the whole raised to n into dx എന്ന് എഴുതാം. Applying the property by P4 the property implies integral 0 to 1 x എന്നുള്ളടത്ത് upper limit minus x 1 minus x whole raised to n into dx which is integral 0 to 1 minus x into 1 minus 1 plus x the whole raised to n അപ്പോൾ inside the bracket negative bracket ഉള്ളിൽ കിടക്കുമ്പോൾ minus 1 plus x. So 1 minus 1 cancel and remaining we have x only. So x raised to n ആണ് ബാക്കിയുള്ളത്. So integral 0 to 1 minus x into x raised to n into dx. Open the bracket now. So integral 0 to 1 x raised to n minus x into x raised to n into dx എന്ന് വരും. വീണ്ടും ഇവിടെ സെയിം ബേസ് ആണ്. അപ്പോൾ പവർ ആഡ് ചെയ്യാം നമുക്ക്. Power on adding we get this is equal to
integral 0 to 1 x raised to n minus x raised to n plus 1 into dx എന്ന simplified formula കിട്ടും. x raised to n minus x raised to n plus 1 into dx. Now integrate x raised to n എന്ന് പറയുന്നത് x raised to n plus 1 by n plus 1 minus x raised to n plus 1. Add 1 again. So x raised to n plus 2 by n plus 2, the whole within the limit 0 to 1. Now upper limit minus lower limit കൊടുക്കാം and lower limit 0 ആയതുകൊണ്ട് 0 0 substitute ചെയ്യുമ്പോൾ second term vanish ആവുകയാണ്. ഇല്ല 0 ആണ്. So only the first term. So 1 raised to n plus 1 by n plus 1 minus 1 raised to n plus 2 by n plus 2 minus 0. So 1 by n plus 1 minus 1 by n plus 2 എന്നുള്ളതാണ് റിസൾട്ടൻറ്റ് വരിക. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ take the LCM. So n plus 2 minus of n plus 1 by n plus 1 into n plus 2. Negative ആയതുകൊണ്ട് bracket ഇട്ടു. Now open the bracket, which is n plus 2 minus n minus 1 by n plus 1 into n plus 2. അതായത് n minus 1 minus n cancel ചെയ്യുക. 2 minus 1 is 1 and the result is 1 by n plus 1 into n plus 2 എന്ന് കിട്ടുന്നതാണ്. Similar ആയി വരുന്ന പ്രോബ്ലം ഇൻറ്റഗ്രൽ 0 to a. 0 to a ആയതുകൊണ്ട് ഫോർത്ത് പ്രോപ്പർട്ടി കൊടുക്കാം. എഫ് ഓഫ് എ മൈനസ് എക്സ് ഫംഗ്ഷനിലെ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുക്കാം. സോ ബൈ P4 the given problem implies 0 to 2 2 minus x into root of 2 minus of 2 minus x into dx എന്ന് വരും. x കാണുന്നോർത്ത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. Now simplifying 0 to 2, 2 minus x into root of 2 minus 2 plus x into dx, 2 cancel. So integral 0 to 2, 2 minus x into root x dx. Now root x, take it inside the bracket. So 0 to 2, 2 root x minus x into root x, the whole into dx എന്ന് വരും. Opening the bracket. Now x into root x. Root x നെ x raised to half എന്ന് എഴുതാം. x into x raised to half എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ബേസ് സെയിം ആയി പവർ ആഡ് ചെയ്യാം. So it is integral 0 to 2 2 root x or 2 into x raised to half minus x into x raised to half into dx എന്ന് വരും. 2 into x raised to half minus x into x raised to half all into dx, or it is integral 0 to 2 2 into x raised to half minus x raised to power add ചെയ്യാം 1 plus half which is 3 by 2 into dx. Now we can integrate x raised to n standard form. So 2 into x raised to 3 by 2 by 3 by 2. X raised to half plus 1. 3 by 2 by 3 by 2 minus x raised to 3 by 2 plus 1 എന്ന് പറയുന്നത് 5 by 2 ആണ്. By 5 by 2 within the limits. 2 only for the first term ആയതുകൊണ്ട് 2 into this minus this within the limits 0 to 2 എന്ന് കൊടുക്കാം. Now വീണ്ടും ഒന്നും കൂടി simplified form എഴുതുമ്പോൾ taking the reciprocal of the denominator 2 into 2 4 by 3 4 by 3 x raised to 3 by 2 minus 2 by 5 x raised to 5 by 2 within the limits 0 to 2. Within the limits 0 to 2. Now we can give upper limit minus lower limit to kodukam. That is 4 by 3 into 2 raised to 3 by 2 minus 2 by 5 into 2 raised to 5 by 2 minus lower limit 0 ആയതുകൊണ്ട് 0 4 by 3 into 0 minus 2 by 5 into 0 0 ആയിട്ട് പോകും. So minus 0. upper limit minus lower limit ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. 4 by 3 into 2 raised to 3 by 2 minus 2 by 5 into 2 raised to 5 by 2. Simplified. So 4 by 3 into root of 2 cube ആണ് 2 raised to 3 by 2. 1 by 2 എന്നുള്ളത് റൂട്ട് ആണ്. സോ 3 by 2 എന്നുള്ളത് റൂട്ട് ഓഫ് 2 ക്യൂബ് ആണ്.
minus 2 by 5 into root of 2 raised to 5, which is 4 by 3 into root 8 minus 2 by 5 into root 32. So, which is again 4 by 3 into root 8 എന്ന് പറയുന്നത് 4 into 2. Root of 4 into 2, which is 2 root 2 വരും. 2 root 2 minus 2 by 5. Root 32 എന്ന് പറയുന്നത് 4 into 8. 4 into 8 ആണ് 32. 4 into 8 root എടുക്കുമ്പോൾ വീണ്ടും അത് 4 root 2 ആയിട്ട് വരും. Which is 4 into 8. 4 into 8 എന്ന് പറഞ്ഞാൽ root of 4 into 2 വരും. Which is again 4 root 2. So, taking the root എന്ന് വരുന്നത് 4 root 2 ആയിട്ട് വരും. So, root 32 എന്ന് പറയുന്നത് 4 root 2 ആയിട്ട് എഴുതാം. So, again it is 8 by 3 root 2 minus 8 by 5, 2 for 8 by 5 root 2. LCM എടുക്കാം. LCM is 15. 15, 5 times 5, 8, 40 root 2 minus again 3, 8, 24 root 2, which is 40 minus 24. 40 root 2 minus 24 root 2 like terms ആണ്. So, we have 6, 16 root 2 by 15 എന്നുള്ളതാണ് numerical value വരിക. 40 minus 24 എന്നുള്ളത് 16 and the radical is root 2. So, 16 root 2 by 15 is the numerical value. അടുത്ത പ്രോബ്ലം ആണ് ഇൻറ്റഗ്രൽ 0 to pi by 4 log 1 plus tan x dx. ലിമിറ്റ് നോക്കാം. 0 to a എന്നുള്ള ഫോം ആയതുകൊണ്ട് ഫോർത്ത് പ്രോപ്പർട്ടി കൊടുക്കാം. സോ ലെറ്റ് us റീപ്ലേസ് for the given integral as I എന്ന് പേര് കൊടുക്കാം. given integral. Again by P4 പ്രോപ്പർട്ടി I എന്നുള്ളത് 0 to pi by 4 log 1 plus tan pi by 4 minus x എന്ന് എഴുതാം. അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. ഇവിടെ tan pi by 4x നമുക്ക് ചേഞ്ച് ആവില്ല. ഇറ്റ് ഈസ് ബിക്കോസ് pi by 4 45 ആയതുകൊണ്ട്. നൗ ദിസ് ഈസ് tan a minus b ഫോം. tan a minus b എന്ന് പറയുന്നത് tan of a minus b, tan a minus tan b by 1 plus tan a tan b. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 0 to pi by 4 log 1 plus tan a minus tan b by 1 plus tan a tan b whole into dx. Now tan pi by 4 എന്നുള്ളത് 1 ആണ്. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി LCM എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻറ്റഗ്രൽ 0 to pi by 4 log 1 plus 1 minus tan x by 1 plus tan x എന്ന് വരും. Now ബ്രാക്കറ്റിൽ we can take the LCM. So, it is integral 0 to pi by 4 log 1 plus tan x plus 1 minus tan x by 1 plus tan x. LCM inside the bracket. So, tan x minus tan x cancel ആയി. It is 0 to pi by 4 log 2 by 1 plus tan x into dx എന്ന് വരും. Now it is log of a by b. Log of a by b എന്ന് പറയുന്നത് log a minus log b. So 0 to pi by 4 log 2 minus log 1 plus tan x the whole into dx എന്ന് വരും. ഇനി ഇൻറ്റഗ്രൽ ഷിഫ്റ്റ് ചെയ്യാം. So integral 0 to pi by 4 log 2 minus integral 0 to pi by 4 log 1 plus tan x into dx എന്ന് വരും. So simplified form ആയി. Now the second integral ശ്രദ്ധിച്ചറിയാം, it is I. I എന്ന് പറയുന്നത് integral 0 to pi by 4 log 1 plus tan x dx ആണ്. So second integral അവിടെ I ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. So proceeding. So we started with I, which is 0 to pi by 4 log 2 minus I. Minus I bring to the left hand side, plus I plus I 2I equal to log 2 constant പുറത്തേക്ക് എടുക്കാം 0 to pi by 4 dx എന്ന് വരും, which is log 2 into x
within the limit 0 to pi by 4 or it is pi by 4 into log 2. So 2i ആണ് pi by 4 log 2. So I എന്ന് പറയുന്നത് 2 comes down. Pi by 8 log 2 is the required answer. Pi by 8 into log 2. Given definite integral എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെങ്കിൽ ഇൻറ്റഗ്രൽ ലിമിറ്റ് നോക്കാം 0 to a. 0 to a ആണെങ്കിലും ഫസ്റ്റ് ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. That is, the given integral is equal to 0 to pi by 2. 2 log sin x is log sin square x. Log sin x whole square വരും. അതായത് b log a എന്ന് പറയുന്നത് log a raised to b എന്നുള്ള ഫോമാണ്. അത് റീറൈറ്റ് ചെയ്തതാണ് മൈനസ് log sin 2x into dx. Now it is log a minus log b എന്നുള്ള ഫോമായി. So it is log a minus log b, log a by b. അതുകൊണ്ട് 0 to pi by 2 log of sin square x by sin 2x എന്ന് എഴുതാവുന്നതാണ്. വീണ്ടും ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. sin 2x എന്ന് പറയുന്നത് 2 sin x cos x ആണ്. So 0 to pi by 2 log sin square x by 2 sin x cos x the whole into dx. Now sin square 1 of sin square cancel ആവും. Remaining it is sin x by 2 cos x എന്ന് വരും. So it is integral 0 to pi by 2 log of sin x by 2 cos x into dx എന്ന് വരും. Now sin by cos നെ tan ആയിട്ട് റീപ്ലേസ് ചെയ്യാം and the denominator 2 as it is. So log tan x by 2 into dx 0 to pi by 2. Now again log a by b ഫോം ആയി. അതുകൊണ്ട് വീണ്ടും ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം log tan x minus log 2 the whole into dx 0 to pi by 2. log a by b, log a minus log b. ഇവിടെ ഇൻറ്റഗ്രൽ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം 0 to pi by 2 log tan x minus integral 0 to pi by 2 log 2 dx. Now integral 0 to pi by 2 log 2 dx നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. ഇൻ log 2 കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുക്കുക. ഇൻറ്റഗ്രൽ dx x ആണ്. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ pi by 2 വരും. So again this can be rewritten as, so it is equal to 0 to pi by 2 log tan x minus log 2 into x വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ pi by 2 റിമെയിൻ ചെയ്യും. So what is remaining is the first integral. ഈ ഇൻറ്റഗ്രൽ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് let us mark this as equation number 1. ഫസ്റ്റ് ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ വാല്യുവേഷൻ കഴിഞ്ഞാൽ ആൻസറായി. So consider I is equal to 0 to pi by 2 log tan x dx. കാരണം 0 to a ഫോം ആയതുകൊണ്ട്. Now by P4, now we are applying the property. I is equal to integral 0 to pi by 2 log tan 90 pi by 2 minus x. Tan 90 minus x എന്ന് പറയുന്നത് cot x ആണ്. So it is 0 to pi by 2 log cot x into dx equation number 2 and log tan x is equation number 1. ആഡ് ചെയ്യാം 1 plus 2 ആഡ് ചെയ്യുമ്പോൾ 1 plus 2 ആഡ് ചെയ്യുമ്പോൾ 2i is equal to integral 0 to pi by 2 log tan x plus log cot x the whole into dx എന്ന് വരും. ആഡ് ചെയ്യാം സെയിം വേ നമ്മൾ ചെയ്യാറുള്ള അതേ ടൈപ്പ് തന്നെ. ആഡ് ചെയ്യുമ്പോൾ log tan x plus log cot x. Now log a plus log b എന്നുള്ളത് log a into b ആണ്. That is 2i is equal to integral 0 to pi by 2 log tan x into cot x into dx വരും. log a plus log b എന്നുള്ളത് log a into b ആണ്. Now tan x into cot x, tan cot reciprocal of each other. Therefore tan into cot എന്ന് പറയുന്നത് 1 ആണ്. So log 1 വരും and log 1 value 0 ആണ്. So integral 0 to pi by 2
log 1 into dx, that is equal to 0. So 2i is equal to 0 means I is equal to 0. I എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to pi by 2 log tan x dx ആയിരുന്നു. അതിൻ്റെ വാല്യൂ കിട്ടിയത് 0 ആണ്. സോ ഇക്വേഷൻ 1 ആണ് റിക്വയർഡ് ആൻസർ. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആണ് ഇൻ്റഗ്രൽ ഇപ്പോൾ കണ്ടത്, വിച്ച് ഈസ് 0. സബ്സ്റ്റിറ്റ്യൂട്ടിങ്, therefore 1 implies integral തന്നിരിക്കുന്ന പ്രോബ്ലം 0 to pi by 2 2 log sin x minus log sin 2x all into dx എന്നുള്ളത് ഇക്വേഷൻ 1 പ്രകാരം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇൻ്റഗ്രൽ വാല്യൂ ഈസ് 0 0 minus pi by 2 log 2. So the answer is minus pi by 2 into log 2 എന്ന് വരും. minus pi by 2 log 2. പ്രോബ്ലം തന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ 0 to pi x by 1 plus sin x dx. ലിമിറ്റ് നോക്കാം, 0 to a ആണ്. സോ ഫോർത്ത് പ്രോപ്പർട്ടി f of a minus x കൊടുക്കാം. സോ ലെറ്റ് I equal to the given problem. So by P4 I is equal to integral 0 to pi minus x by 1 plus sin pi minus x, upper limit minus x into dx minus x. So this is simplify ചെയ്യാം. 0 to pi minus x by 1 plus sin x into dx എന്ന് എഴുതാം. Because sin 180 minus theta, sin theta. Now we can split it here. So 0 to pi by 1 plus sin x minus x by 1 plus sin x into dx. Numerator by denominator ചെയ്തു. Now shift the integral. Integral shift ചെയ്താൽ integral 0 to pi by 1 plus sin x minus integral 0 to pi x by 1 plus sin x into dx എന്ന് വരും. Now സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് I ആണ്. I ആണ് ഗിവൺ പ്രോബ്ലം. ഇൻ്റഗ്രൽ 0 to pi x by 1 plus sin x ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നുള്ളത് I ആണ്. സോ I ഈസ് ഈക്വൽ ടു, ഇവിടെ പൈ കോൺസ്റ്റൻറ്റ്, പൈ ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇൻ്റഗ്രൽ 0 to pi 1 by 1 plus sin x into dx minus I എന്ന് എഴുതാം. 1 by 1 plus sin x dx minus I. Minus I to left hand side gives 2i is equal to pi integral 0 to pi 1 by 1 plus sin x into dx. So integral 1 by 1 plus sin x into dx ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ a plus b എന്നുള്ള ഫോം ആയതുകൊണ്ട് മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ്. 1 plus sin x in the conjugate 1 minus sin x. So 1 minus sin x by 1 plus sin x into 1 minus sin x എന്ന് വരും. Now 1 plus sin x into 1 minus sin x is 1 minus sin square x. അതിനെ cos square x എന്ന് എഴുതാം. So we have 2i is equal to pi into integral 0 to pi 1 minus sin x by cos square x എന്ന് വരും. അതായത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ് ആൻഡ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. നൗ അഗെയിൻ ടേം ബൈ ടേം ഡിവൈഡ്. 0 to pi 1 by cos square x minus sin x by cos square x. സിമിലർ പ്രോബ്ലം, ബേസിക് പ്രോബ്ലം, ഇൻ്റഗ്രേഷൻ ഇൻഡെഫിനിറ്റ് പാർട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to pi 1 by cos square is sec square x. sin x by cos square x എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യാം. സൈൻ ബൈ കോസ് ഇൻറ്റു 1 by cos. അപ്പോൾ സൈൻ ബൈ കോസ് എന്നുള്ളത് ടാൻ എക്സ് ആണ്, 1 by cos വീണ്ടും ഉള്ളത് സീക്ക് എക്സ് ആണ്. ദ ഹോൾ ഇൻറ്റു ഡി എക്സ്. നൗ ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ കാണാം. സോ പൈ ഈസ് ദെയർ, പൈ ഔട്ട്സൈഡ് ഉള്ളതാണ്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് minus integral tan x sec x dx, close the bracket, within the limits 0 to pi. Now
This is pi into integral sec square x എന്ന് പറയുന്നത് tan x ആണ് within the limit 0 to pi minus integral sec x tan x എന്ന് പറയുന്നത് sec x ആണ് within the limit 0 to pi. Close the limit, close the bracket and pi is common to both. Now function എന്നുള്ളടത്ത് upper limit minus lower limit കൊടുത്ത് complete ചെയ്യാവുന്നതാണ്. Function ഉള്ളടത്ത് upper limit minus lower limit. So this is equal to pi into tan pi minus 0, tan pi minus tan 0, tan pi minus tan 0 minus of sec pi minus sec 0 minus bracket sec pi minus sec 0, close the bracket. Values correspondingly കൊടുക്കാം. So pi into tan pi 0 tan 0 0 minus sec pi minus 1 sec 0 1 cos pi minus 1 ആണ് cos 0 1 ആണ്. So pi into 0 minus 2 of minus plus 2. So it is 2 pi. So 2i ആണ് 2 pi. We are having left hand side as 2i. 2i ആണ് 2 pi. So what is the value of I? Pi is the answer. Definite integral അടുത്ത problem. Integral 0 to 2 pi cos raised to 5x dx. Limit ശ്രദ്ധിക്കുമ്പോൾ 0 to 2a എന്നുള്ള ഫോം ആണ്. 0 to 2a, 2 pi. So 2a form. 0 to 2a വന്നാൽ sixth property പറയുന്നുണ്ട്. If f of 2a minus x is equal to f of x വരികയാണെങ്കിൽ ഫംഗ്ഷനിൽ 2a minus x equal to f of x തന്നെ വരികയാണെങ്കിൽ twice integral 0 to a f of x dx എന്ന് എഴുതാം. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ cos raised to 5x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് 2a minus x. 2a എന്ന് പറയുന്നത് ഇവിടെ 2 pi ആണ് minus x is equal to cos raised to 5 2 pi minus x cos raised to 2 pi minus x 360 minus theta എന്ന് പറയുന്നത് cos x തന്നെ പോസിറ്റീവ്. സോ cos raised to 5x എന്ന് വരും which is the function itself. ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എങ്ങനെ എഴുതാം? twice integral 0 to a. a എന്ന് പറയുന്നത് ഇവിടെ pi. 2 pi എന്നുള്ളതിൽ 2a എന്നുള്ളത് pi ആണ്. cos raised to 5x dx എന്ന് വരും. This is by property 6 by P6. വീണ്ടും this integral 0 to pi എന്നുള്ളത് 2 into pi by 2 ആക്കി എഴുതുകയാണ്. 2 into pi by 2 is pi. So 2a form വീണ്ടും അവിടെ എഴുതി cos raised to 5x dx. വീണ്ടും ഫംഗ്ഷൻ ഇതേ പ്രോപ്പർട്ടി കൊടുത്ത് നോക്കാം. Again substituting f of 2a minus x is equal to substitute ചെയ്യുമ്പോൾ ഫംഗ്ഷൻ cos raised to 5x തന്നെ f of 2a എന്നുള്ളത് 2 into pi by 2 ആണ് ഇവിടെ. 2 into pi by 2 minus x is equal to f of pi minus x which is cos raised to 5 pi minus x എന്ന് വരും. 2 into pi by 2 pi ആണ്. So cos pi minus x, cos 180 minus theta, second quadrant cos negative ആണ്. അപ്പോൾ നെഗറ്റീവ് cos x വരും. പവർ 5 ആയത് കാരണം അതായത് ഓഡ് ആയത് കാരണം നെഗറ്റീവ് cos x എന്ന് വരും. നെഗറ്റീവ് cos raised to 5x എന്ന് വരും. നെഗറ്റീവ് cos x into നെഗറ്റീവ് cos x in that much multiplied 5 times. അപ്പോൾ നെഗറ്റീവ് cos raised to 5x വരും which is negative of the function. P6ൽ തന്നെ സെക്കൻഡ് ഇതിൽ പറയുന്നുണ്ടായില്ലേ if f of 2a minus x is equal to minus f of x വന്നാൽ integral value is equal to 0 ആണ്. Therefore by this property since f of 2a minus x is equal to minus f of x the integral value twice integral 0 to 2 pi by 2 cos raised to 5x dx is equal to 0 ആയിട്ട് വരും. The value of this integral is 0. So 2 into 0 which is 0 എന്നുള്ളതാണ് റിസൾട്ട്. തന്നിരിക്കുന്ന ഇൻ്റഗ്രലിൽ ലിമിറ്റ് 0 to a എന്നുള്ള ഫോം ആയതുകൊണ്ട്
നമുക്ക് I റീപ്ലേസ് ചെയ്തിട്ട് fourth property കൊടുക്കാം. So let I is equal to the given problem by P4. We can write this integral as 0 to pi by 2 sine 90 minus x minus cos 90 minus x pi by 2 minus x by 1 plus sine pi by 2 minus x cos pi by 2 minus x into dx. Now sin 90 minus x, cos 90 minus x, sin x ആയതുകൊണ്ട് this is 0 to pi by 2 cos x minus sin x by 1 plus cos x into sin x into dx. ഇവിടെ simplification കഴിഞ്ഞു. അതുകൊണ്ട് we will mark this as equation 1, the given problem as equation 1 and now the result as 2. Now add 1 and 2. Equation 1 plus equation 2 implies I plus I, 2I. Limit integral 0 to pi by 2, integral 0 to pi by 2 common ആയതുകൊണ്ട് integral 0 to pi by 2. Right hand side എടുത്താൽ 1 plus sin x in the denominator, 1 plus sin x in cos x in the denominator. 1 plus sin x cos x, 1 plus sin x cos x. So denominator same ആയതുകൊണ്ട് നമുക്ക് numerator add ചെയ്യാം. രണ്ട് ഫംഗ്ഷൻ്റെയും രണ്ട് ഇക്വേഷൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. സോ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും ആഡ് ചെയ്യുമ്പോൾ. നൗ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് കോസ് എക്സ്, സോ 0 by 1 plus sin x cos x dx എന്ന് വരും. സോ വി ഹാവ് 2I is equal to integral 0 to pi by 2 0 by 1 plus sin x cos x into dx, or I value is equal to 0 കാരണം right hand side 0 ആയി, 2I equal to 0, so I equal to 0. Integral 0 to pi log of 1 plus cos x എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം നോക്കാം. 0 to a എന്നുള്ള ഫോമാണ്, സോ I കൊടുത്തിട്ട് തുടങ്ങാം. So let I is equal to the given problem. Applying fourth property by P4. I is equal to integral 0 to pi log 1 plus cos pi minus x into dx. Upper limit is pi. Now cos pi minus x എന്ന് പറയുന്നത് minus cos x ആണ്. So it is integral 0 to pi log 1 minus cos x into dx. Now 1 minus cos x എന്ന് പറയുന്നത് 2 sin square x by 2 ആണ്. നമുക്കറിയാം cos 2x ൻ്റെ ഫോർമുലയാണ് 1 minus 2 sin square x by 2. അതിന്ന് 1 minus cos 2x എന്ന് പറയുന്നത് 2 sin square x, cos x ആയതുകൊണ്ട് half of the angle. So integral 0 to pi log 2 sin square x by 2 into dx എന്ന് വരും. Now log of the product ആയിട്ട് എടുക്കാം, 2 into sin square a into b എന്നുള്ള മാതിരി. സോ log a into b, log a plus log b ആയതുകൊണ്ട് ഇതിനെ 0 to pi log 2 plus log sin square x by 2 എന്ന് എഴുതാം. സ്പ്ലിറ്റ് ചെയ്തു. log a into b, log of a into b, log a plus log b. Now ഇവിടെ ഒന്നും കൂടി log b raised to a എന്നുള്ള ഫോം പവർ വന്നു. സോ log a raised to b, b log a ആയതുകൊണ്ട് 2നെ ഇറക്കിയിടാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, integral 0 to pi log 2 plus 2 log sin x by 2 the whole into dx എന്ന് വരും. Now I equal to എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇൻറ്റഗ്രൽ ഷിഫ്റ്റ് ചെയ്യാം. So I is equal to integral 0 to pi log 2 dx plus integral 0 to pi 2 log sin x by 2 into dx എന്ന് കൊടുക്കാം. Now first integral integrate ചെയ്യാം. log 2 constant integral dx x വരും. x എന്ന് പറയുമ്പോൾ within 0 to pi കൊടുക്കുമ്പോൾ we get pi minus 0. We get x, x in limit to pi minus 0 which is pi plus
2 integral 0 to pi log sin x by 2 into dx എന്ന് വരും, which is again I is equal to pi log 2. So first integral is over. ഇത് integrate ചെയ്യാനായിട്ട് put x by 2 as u. So x is equal to 2u. So dx is equal to 2 into du എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്, ലിമിറ്റ് വാരി ചെയ്യും. സോ വെൻ എക്സ് ഈസ് 0 എന്ത് കൊടുക്കാം? u 0 വരും. വെൻ എക്സ് ഈസ് പൈ എന്ന് വരുമ്പോൾ u ഈക്വൽ ടു പൈ ബൈ 2 എന്ന് വരും. u ഈക്വൽ ടു പൈ ബൈ 2. Therefore പൈ ഇൻറ്റു ലോഗ് 2 ഫസ്റ്റ് ഇൻ്റഗ്രൽ കഴിഞ്ഞതാണ്, പ്ലസ് 2 ബ്രാക്കറ്റ് ഇൻ്റഗ്രൽ പുറത്തുള്ളതാണ്. നൗ ഇൻ്റഗ്രൽ 0 ടു പൈ എന്നുള്ളത് 0 ടു പൈ ബൈ 2 ആയി. ലോഗ് സൈൻ എക്സ് ബൈ 2 യു ആണ് ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് എന്ന് പറയുന്നത് 2 ഡി യു ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് 2 ഡി യു ആണ്. സോ we have I is equal to pi log 2 plus now log sin u into 2 into du. 2 constant ആയി വരും. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 2 into 2 4. So it is 4 integral 0 to pi by 2 log sin u du. So again integral 0 to pi by 2 log sin u du ഉണ്ട്. So to integrate that part, I is equal to pi log 2 first term plus 4 into. Now integral 0 to pi by 2 log sin u du or integral 0 to pi by 2 log sin x dx particular ആയിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് പ്രോബ്ലത്തിൽ. അവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് മൈനസ് പൈ ബൈ 2 ലോഗ് 2 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So it is minus pi by 2 log 2 since integral 0 to pi by 2 log sin x dx equal to minus pi by 2 log 2 ആയതുകൊണ്ട്. So that integral value is minus pi by 2 log 2 substitute ചെയ്യാം. So 2 4 2 times. So I is equal to pi log 2 minus 2 pi log 2 into r minus 2 pi log 2. Now pi log 2 like term ആയി minus 1 pi log 2 minus 2 pi log 2. So I is minus pi log 2 which is the required numerical value. Minus pi log 2. I എന്ന് പറയുന്നത് given problem ആണ്. Integral 0 to pi log 1 plus cos x. അതിൻ്റെ വാല്യൂ ആണ് minus pi log 2. വീണ്ടും 0 to a എന്നുള്ള ഫോം തന്നെ. a കോൺസ്റ്റൻ്റ് ഉള്ളിടത്ത് a തന്നെയാണ്. സോ ഫോർത്ത് പ്രോപ്പർട്ടി കൊടുക്കാം. സോ ലെറ്റ് I is equal to the given problem by P4. I is equal to integral 0 to a root of upper limit minus x. So a minus x by root of a minus x plus root of a minus x into dx എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ integral 0 to a root of a minus x by root of a minus x plus root of bracket ഉള്ളിൽ മൈനസ് എടുക്കുകയാണെങ്കിൽ a minus a cancel, minus of minus x gives plus x. So root x into dx. Equation number 2. Equation number 2. So let us mark this as equation number 1. Now add 1 and 2. Adding 1 and 2, we have I plus I 2i, common integral 0 to a, denominator root x plus root a minus x, root x plus root a minus x. ആയതുകൊണ്ട് root x plus root a minus x common in the denominator. So numerator add ചെയ്യുമ്പോൾ root x plus root a minus x again into dx. So same term ആയതുകൊണ്ട് cancel ചെയ്യാം. We have 1 as the integrand. So 2i is equal to integral 0 to a 1 dx or 2i is equal to x within the limit 0 to a.
So 2i is equal to a minus 0, which is a. So I is equal to the given problem integral value എന്ന് പറയുന്നത് a by 2 ആണ്. Given an integrand of this type. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം? ബൈ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ്. ഇവിടെ ശ്രദ്ധിക്കാം, മൈനസ് എ ടു എ എന്നുള്ള ഇൻറ്റഗ്രൻ്റ് ആയതുകൊണ്ട് ദ സെവൻത്ത് പ്രോപ്പർട്ടി ഇൻറ്റഗ്രൽ മൈനസ് എ ടു എ എന്നുള്ളതായതുകൊണ്ട് ഓരോ ഫംഗ്ഷനും ഓഡ് ഓർ ഈവൺ എന്നുള്ളത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. Let us see, this is minus pi by 2 to pi by 2. ആദ്യം തന്നെ ഇൻറ്റഗ്രൽ ഷിഫ്റ്റ് ചെയ്ത് എഴുതാം. എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് മൈനസ് പൈ ബൈ 2 to pi by 2 എക്സ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 2 to pi by 2 ടാൻ റേസ് ടു 5x dx പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 2 to pi by 2 1 dx. ഓരോ ഇൻറ്റഗ്രലും മൈനസ് എ ടു എ എന്നുള്ള ഫോം ആയതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ ഓഡ് ഓർ ഈവൺ എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ ഓഡ് ഓർ ഈവൺ ആയിട്ട് എക്സിന് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ഈസ് മൈനസ് എക്സ് ക്യൂബ് വിച്ച് ഈസ് നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ എക്സ് ക്യൂബ് എഫ് ഓഫ് മൈനസ് എക്സ് എന്നുള്ളത് മൈനസ് എഫ് ഓഫ് എക്സ് ആയാൽ ഫംഗ്ഷൻ ഓഡാണ്. സോ the x cube is an odd function. Odd function integral എപ്പോഴും 0 ആയിരിക്കും. അടുത്തത് x cos x. സെയിം വേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x cos x ആണ്. എക്സിന് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് വിച്ച് ഈസ് മൈനസ് എക്സ് കോസ് എക്സ്. കാരണം കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ആണ്. ബട്ട് എക്സും കൂടെ ഉള്ള കാരണം മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് വരും വിച്ച് ഈസ് നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് ഈ എക്സ് കോസ് എക്സ് എന്നുള്ളതും ഓഡ് ഫംഗ്ഷൻ ആയിട്ട് വന്നു. അഗെയിൻ ടാൻ റേസ് ടു 5x. കൺസിഡർ ടാൻ റേസ് ടു 5x നോക്കുമ്പോൾ ടാൻ റേസ് ടു 5x. എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ടാൻ റേസ് ടു 5 ഓഫ് മൈനസ് എക്സ്. ടാൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ തീറ്റയാണ്. ടാൻ പവർ 5 ആയതുകൊണ്ട് ഓഡ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ വരുന്നത് മൈനസ് ടാൻ റേസ് ടു 5x ആണ് വിച്ച് ഈസ് മൈനസ് എഫ് ഓഫ് എക്സ് അഗെയിൻ. അതുകൊണ്ട് വീണ്ടും ടാൻ റേസ് ടു 5x എന്നുള്ളതും ഓഡ് ഫംഗ്ഷനായി വന്നു. Now remaining is integral 1 dx which is x or വീണ്ടും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്നുള്ളത് ഈവൺ ആണ്. കാരണം എഫ് ഓഫ് എക്സ് when f of x is equal to 1 f of minus x എന്ന് പറയുന്നത് x അവിടെ ഇല്ല. It's only 1 തന്നെ വരും which means it is the function itself. Function 1 ആണ്. Therefore f of minus x is f of x which implies 1. Here it is an ഈവൺ ഫംഗ്ഷൻ. ഈവൺ ഫംഗ്ഷൻ ആയി വന്നാൽ ഫംഗ്ഷനെ നമുക്ക് ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a എന്ന് എഴുതാം. നൗ ഹിയർ സിൻസ് ഓൾ ദീസ് ആർ ഓഡ് ഫംഗ്ഷൻസ് 0 plus 0 plus 0 ലാസ്റ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ട്വൈസ് ഇൻറ്റഗ്രൽ 0 to pi by 2 1 dx എന്ന് വരും. ഈവൺ ആയാൽ ട്വൈസ് ഇൻറ്റഗ്രൽ 0 to a f of x dx എന്ന് എഴുതാം. നൗ ദിസ് ഈസ് ട്വൈസ് ഇൻറ്റഗ്രൽ 1x ആണ് 0 to pi by 2 which is 2 into pi by 2 or it is pi is the answer. 2 into pi by 2 minus 0 or 2 into pi by 2 which makes pi. So given this integral its numerical value is pi. Problem എന്ന് പറയുന്നത് log 4 plus 3 sin x by 4 plus 3 cos x integral 0 to pi by 2. So 0 to a എന്നുള്ള ഫോം ആയതുകൊണ്ട് I കൊടുക്കാം. So let I is equal to the given problem which is equation number 1. Property P4 അതായത് f of a minus x എന്നുള്ളത് കൊടുക്കുമ്പോൾ I is equal to integral 0 to pi by 2 log 4 plus 3 sin pi by 2 minus x by 4 plus 3 cos pi by 2 minus x into dx എന്ന് വരും. Now sin 90 minus x എല്ലാം കൺവേർട്ട് ചെയ്യുമ്പോൾ log 4 plus 3 cos x by 4 plus 3 sin x into dx എന്ന് വരും. സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 2. ആഡ് ചെയ്യാം 1
plus 2 implies 2i equal to left hand side I plus I 2i common integral 0 to pi by 2. Now function add ചെയ്യണം log of 4 plus 3 sin x by 4 plus 3 cos x equation 1 ile function equation 2 ile function log of 4 plus 3 cos x by 4 plus 3 sin x whole into dx. Now ശ്രദ്ധിക്കാം ബ്രാക്കറ്റിനുള്ളിൽ log a plus log b ഫോം ആണ് അതുകൊണ്ട് അതിനെ log a into b എന്ന് എഴുതാം. So into I is equal to integral 0 to pi by 2 log of 4 plus 3 sin x by 4 plus 3 cos x into അടുത്ത ഫംഗ്ഷൻ 4 plus 3 cos x by 4 plus 3 sin x the whole into dx എന്ന് വരും. Now 4 plus 3 sin x cancel 4 plus 3 cos x cancel ചെയ്താൽ remaining 1 ആണ് അവിടെ വരിക. So integral 0 to pi by 2 log 1 dx. So 2i is equal to log 1 value അറിയാം 0 ആണ് 0 into the value of any integral 0. So 2i the right hand side 0. So I is equal to 0 എന്നുള്ളതാണ് numerical value since log 1 is 0. Therefore the numerical value of this given integral എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. Integral 0 to pi x tan x by sec x plus tan x definite integral എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഇവിടെ 0 to a എന്നുള്ള ഫോം ആയതുകൊണ്ട് let us replace it as I എന്ന് കൊടുക്കാം. Let it be equation number 1. Now 0 to a ആണെങ്കിൽ property 4 പ്രകാരം f of a minus x കൊടുക്കാം. upper limit minus x. So again by p4 I is equal to integral 0 to pi minus x into tan pi minus x by sec pi minus x plus tan pi minus x into dx. upper limit minus x എന്നുള്ളത് x ന് കൊടുത്തു. Now simplify tan pi minus x എന്ന് പറയുന്നത് minus tan x ആണ്. sec pi minus x minus sec x tan pi minus x minus tan x. So I is equal to integral 0 to pi minus x into minus tan x by minus sec x minus tan x എന്ന് വരും. Now numerator negative denominator negative common എടുക്കുമ്പോൾ ആ നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും. So this is I is equal to integral 0 to pi minus x into tan x by ഇവിടെ നെഗറ്റീവ് ഓഫ് sec x plus tan x വരും. അങ്ങനെയാണ് നെഗറ്റീവ് ക്യാൻസൽ ആയി പോകുന്നത്. So we get remaining as sec x plus tan x into dx equation number 2. Simplification കഴിഞ്ഞു. Now you can add equation 1 and equation 2. So 1 plus 2 implies I plus I left hand side add ചെയ്താൽ 2i. Integral നോക്കാം integral 0 to pi for both the equations. So common integral 0 to pi. Now sec x plus tan x ആണ് denominator. അപ്പോൾ common denominator ആയതുകൊണ്ട് sec x plus tan x എന്നുള്ളത് എഴുതി വെക്കാം. So that we can add the numerator. Numerator ആഡ് ചെയ്യുമ്പോൾ x tan x plus pi minus x into tan x. x tan x plus pi minus x into tan x into dx എന്ന് വരും. Now simplify ചെയ്യാതെ so 2i is equal to integral 0 to pi x tan x plus open the bracket pi tan x minus x tan x by sec x plus tan x into dx എന്ന് വരും. Now x tan x minus x tan x cancel remaining pi tan x by sec x plus tan x അതിൽ pi constant ആണ്. So we can take it outside. So 2i is equal to pi integral 0 to pi tan x by sec x plus tan x. Now again to continue tan x നെ sin by cos എന്നും sec നെ 1 by cos എന്നും സിംപ്ലി കൊടുത്തിട്ട്
സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതാം. സോ 2i is equal to pi into integral 0 to pi sin by cos by 1 by cos plus sin by cos all into dx എന്ന് വരും. ഇവിടെ ഡിനോമിനേറ്റർ കോസ് എക്സ് LCM, സോ 1 plus sin x by cos x. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കോസ് എക്സ് ക്യാൻസലായി പോയിട്ട് റിമൈനിങ് sin x by 1 plus sin x എന്ന് വരും. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് 2i is equal to pi into integral 0 to pi sin x by cos x by 1 plus cos x by 1 plus sin x by cos x എന്ന് വരും. LCM എടുക്കും. Now taking reciprocal 2i is equal to pi into integral 0 to pi sin x by 1 plus sin x into dx എന്ന് വരും. cos x denominator same ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. Now remaining sin x by 1 plus sin x ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് pi into integral 0 to pi denominator 1 plus sin x form, sin x ന്യൂമറേറ്ററിലുണ്ട്. So add 1 and subtract 1 and group 1 plus sin x. Add 1 and subtract 1, group 1 plus sin x കാരണം denominator 1 plus sin x ആയതുകൊണ്ട്. Now divide term by term. So pi integral 0 to pi 1 plus sin x by 1 plus sin x minus 1 by 1 plus sin x whole into dx എന്ന് വരും. Now this becomes 1 and 1 by 1 plus sin x ആണ് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. So again 2i is equal to pi into integral 0 to pi 1 minus 1 by 1 plus sin x into dx എന്ന് വരും. Term by term integrating pi into x pi into integral 0 to pi 1 dx minus integral 0 to pi 1 by 1 plus sin x into dx എന്ന് വരും. Term by term integration കൊടുത്തു. Now this is pi into x within the limit 0 to pi minus integral 1 is x. ഇനി ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് multiply and divide with its conjugate. 1 plus sin x into 1 minus sin x എന്ന് ഡിനോമിനേറ്റർ വരും. കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്തു. Now 1 plus sin x into 1 minus sin x 1 minus sin square x ആണ് which is cos square x. So pi into ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. മൈനസ് ഇൻറ്റഗ്രൽ 0 to pi 1 minus sin x by 1 minus sin square x which is cos square x എന്ന് വരും. വീണ്ടും അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ടേം ബൈ ടേം ഡിവൈഡ് ചെയ്യാം. സോ പൈ ഇൻറ്റു പൈ മൈനസ് ഇൻറ്റഗ്രൽ 0 to pi 1 by cos square is sec square x മൈനസ് sin x by cos square x എന്നുള്ളത് sin x by cos x into 1 by cos x എന്ന് എഴുതാം which is tan x into sec x into dx എന്ന് വരും. Now we can integrate this. ഇനി അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ pi into pi minus bracket again because it has two terms integral ഓരോന്നിനും കൊടുക്കണോ. integral sec square x is tan x minus integral sec x tan x is sec x the whole within the limits 0 to pi. Pi into pi minus ഇവിടെ ഇൻറ്റഗ്രൽ കഴിഞ്ഞു. ഇൻറ്റഗ്രൽ sec square x tan x ഇൻറ്റഗ്രൽ sec x tan x sec x within the limit 0 to pi. Now inside the bracketലുള്ള upper limit minus lower limit കൊടുക്കാം. So pi into pi minus tan pi minus sec pi minus tan 0 minus sec 0 close the bracket. So pi into pi minus tan pi is 0 sec pi is minus 1 minus tan 0 is minus of, so we will put again bracket upper limit minus lower limit. So 0 minus sec pi is minus 1 minus tan 0 0 sec 1 is 1 sec 0 is 1 cos 0 1 ആണ്. So sec 0 1 ആണ്.
close the bracket, again the big bracket. So, pi into pi minus 0 minus of minus 1 is plus 1, minus of minus 1 again plus 1, close the bracket. So, we have pi into pi minus 2. ഇതാണ് റിസൾട്ട് വരുന്നത്. സോ 2i എന്നുള്ളതാണ് 2i ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളതാണ് പൈ ഇൻറ്റു പൈ മൈനസ് 2 വരുന്നത്. സോ വാട്ട് ഈസ് ഐ? പൈ ബൈ 2 ഇൻറ്റു പൈ മൈനസ് 2 എന്നുള്ളതാണ് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് വരുന്നത്. സോ 2i ഈസ് പൈ ഇൻറ്റു പൈ മൈനസ് 2, അതെന്ന് ഐ ഈസ് ദ ഗീവൺ ഇൻറ്റഗ്രൽ, അതിനാണ് നമ്മൾ ഐ ആയിട്ട് എടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ റിക്വയർഡ് ക്വസ്റ്റ്യൻ. സോ ഐ ഈസ് ഈക്വൽ ടു എന്നുള്ളത് പൈ ബൈ 2 ഇൻറ്റു പൈ മൈനസ് 2 ആൻസർ. ഇൻറ്റഗ്രൽ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ അല്ല, നമുക്ക് പറയാം ദിസ് ഈസ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ 2 പ്ലസ് സൈൻ 2x ബൈ 1 പ്ലസ് കോസ് 2x ഇൻറ്റു വേറൊരു ഫംഗ്ഷൻ ഉണ്ട് ഇ റേസ് ടു എക്സ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസിൽ ഇ റേസ് ടു എക്സ് വന്നാൽ നമ്മളൊരു റിസൾട്ട് പഠിക്കുന്നുണ്ട്. ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോം ആ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സോ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇൻറ്റഗ്രൽ ദ ബ്രാക്കറ്റ് alone 2 by 1 plus cos 2x plus sin 2x by 1 plus cos 2x എന്ന് term by term നമുക്ക് ഡിവൈഡ് ചെയ്യാം. Now 1 plus cos 2x എന്നുള്ളത് 2 cos square x ആണ്. So integral 2 by 2 cos square x plus sin 2x എന്നുള്ളത് 2 sin x cos x ആണ്. So 2 sin x cos x by again 1 plus cos 2x 2 cos square x the whole into e raised to x dx. വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയി 1 by cos square എന്നുള്ളത് sec square ആണ്, പ്ലസ് 2 ക്യാൻസൽ 1 of cos get cancel, ഒരു കോസ് ക്യാൻസൽ ചെയ്ത് അത് പോവും. റിമൈനിങ് sin x by cos x ആണ് ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? tan x ആണ്. the whole into e raised to x dx എന്നുള്ള ഫോമിലേക്ക് കൺവേർഷൻ വന്നു. ഇനി ശ്രദ്ധിക്കാം, ഇൻറ്റഗ്രൽ e raised to x into sec square x plus tan x e raised to x into sum of two functions ഫോം ആയി. ഇതിൽ ഏതാണ് ഫംഗ്ഷൻ, ഏതാണ് ഡെറിവേറ്റീവ്? tan xൻ്റെ ഡെറിവേറ്റീവ് ആണ് sec square x. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ f ആൻഡ് ദിസ് ഈസ് ദ ഫംഗ്ഷൻ f dash. അപ്പോൾ തന്നിരിക്കുന്ന ഇൻറ്റഗ്രൽ e raised to x into f plus f dash ആക്കി എഴുതാൻ പറ്റി. നൗ the integral is e raised to x into f of x dx. Therefore, this is equal to e raised to x into tan x plus c. Indefinite integral ആയതുകൊണ്ട് plus c, constant of integration. So, e raised to x into tan x plus c എന്നുള്ളതാണ് ഉത്തരം. Again, one of definite integral problem 0 to pi by 2 cos square x by cos square x plus 4 sin square x എന്നുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 4 cos square x ആണ് ഉള്ളത് കൊണ്ട് sin square xനെ ആദ്യം തന്നെ 0 to pi by 2 cos square x by cos square x plus 4 into sin square x is 1 minus cos square x എന്ന് എഴുതാം. Now open the bracket here. So 0 to pi by 2 cos square x by cos square x plus 4 minus 4 cos square x into dx എന്ന് വരും. Now denominator 4 minus 3 cos square x വരും. minus 4 cos square x plus cos square x like terms. അപ്പോൾ minus 3 cos square x വരുമ്പോൾ 0 to pi by 2 cos square x by 4 minus 3 cos square x into dx എന്ന് വരും. Now again cos square x and 4 minus 3 cos square x. Denominator 4 minus 3 cos square x ആയതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും അതേ ഫോമിലേക്ക് വരുത്താൻ നോക്കുകയാണ്. സോ cos square x കൂടെ ഉള്ളത് -3 ആണ്. സോ ഫസ്റ്റ് വിൽ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് വിത്ത് -3. സോ ദിസ് ഈസ് അഗെയിൻ ഈക്വൽ ടു integral -3 cos square x by -3 into 4 minus 3 cos square x into dx. -3 multiply and divide ചെയ്തു. Now divide ചെയ്ത -3 നമുക്ക്
bracket outside എടുക്കുമ്പോൾ minus 1 by 3 minus 3 cos square x by 4 minus 3 cos square x എന്ന് എഴുതാം. Now minus 3 cos square term ആയി. ഇനിയുള്ള ഡിനോമിനേറ്ററിൽ ഉള്ളത് 4 ആണ്. സോ 4 ന്യൂമറേറ്ററിൽ വരുത്താൻ വേണ്ടിയിട്ട് ആഡ് ആൻഡ് സബ്ട്രാക്ട് 4. സോ minus 1 by 3 integral 4 minus 3 cos square x minus 4 by 4 minus 3 cos square x. So add and subtract 4 and minus 4. In a denominator 4 minus 3 cos square x ആയ കാരണം numerator 4 minus 3 cos square x group ചെയ്യാം. Now as usual term by term നമുക്ക് divide ചെയ്ത് പോവാം. Solve integral 0 to pi by 2. So minus 1 by 3 integral 0 to pi by 2 4 minus 3 cos square x by 4 minus 3 cos square x minus 4 by 4 minus 3 cos square x the whole into dx. ഇവിടെ integral shift ചെയ്യാം. ഇവിടെ cancel ആയി 1 വരും. 4 constant ആണ്, പുറത്തേക്ക് എടുക്കാം. So in the next step minus 1 by 3 outside integral 0 to pi by 2 1 dx minus 4 integral 0 to pi by 2 1 by 4 minus 3 cos square x into dx. Integral shift ചെയ്തത് 4 constant പുറത്തേക്ക് എടുത്തത്. Now minus 1 by 3 x within the limit 0 to pi by 2 first term. Integral 1 x ആണ് 0 to pi by 2 minus 4 integral ഇവിടെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡിങ് ബൈ cos square x 1 by cos square x by 4 by cos square x minus 3 cos square x by cos square x into dx. Each term cos square x കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്തു. Now this is minus 1 by 3 ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ pi by 2 minus 4 into integral 0 to pi by 2 1 by cos square x sec square x ആണ്. Again 1 by cos square x, so 4 sec square x എന്ന് വരും minus 3 into dx എന്ന് വരും. Close the big bracket. Now sec square x നെ വീണ്ടും ഡിനോമിനേറ്ററിലുള്ള sec square x നെ 1 plus tan square x എന്ന് എഴുതാം. because sec square x minus tan square x equal to 1. so sec square x എന്നുള്ളത് 1 plus tan square x ആണ്. So pi by 2 minus 4 integral 0 to pi by 2 sec square x by 4 into 1 plus tan square x minus 3 into dx. Sec square x നെ 1 plus tan square x കൊടുത്തു. Now tan x derivative sec square x ആണ്. ആയതുകൊണ്ട് tan x ന് അവിടെ u കൊടുക്കാം. So in the next step minus 1 by 3 into pi by 2 minus 4 into ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് tan x as u. So put tan x as u sec square x dx is equal to du. ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ്സും വേരിയേഷൻ നോക്കണം. x 0 when x is 0 u is equal to tan 0 which is 0. ഇനി x pi by 2 x pi by 2 ആണെങ്കിൽ u എന്ന് പറയുന്നത് tan pi by 2 tan 90 which is infinity not defined. So therefore limit എന്ന് പറയുന്നത് 0 to pi by 2 എന്നുള്ളത് 0 to infinity ആവും. So minus 4 0 to infinity sec square x dx is du. Sec square x dx is du by 4 into 1 plus u square minus 3 എന്ന് വരും. 4 into 1 plus u square because tan x is u minus 3. Now close the bracket. So minus 1 by 3 pi by 2 minus 4 integral 0 to infinity du by 4 plus 4 u square minus 3. Bracket open ചെയ്തു. So remaining is 4 u square plus 1. So minus 1 by 3 pi by 2 minus 4 integral 0 to infinity du by 4 u square plus 1 and close the bracket.
1 by 4u square plus 1. Now 4u square plus 1 നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഫോർമുല എന്നറിയാം. എങ്കിലും ഇവിടെ ഒരു കാര്യം ചെയ്യാനുള്ളത് യു സ്ക്വയർ കോഎഫിഷ്യൻറ്റ് യൂണിറ്റി ആവണം. അതല്ലാത്തത് കൊണ്ട് 4 പുറത്തേക്ക് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. സോ -1/3 pi by 2 minus 4 integral 0 to infinity du by 4 into u square plus 1 by 4. u square കോഎഫിഷ്യൻറ്റ് യൂണിറ്റി ആക്കാൻ വേണ്ടിയിട്ട്. നൗ ഡിവിഷനിലുള്ള 4 ഡിനോമിനേറ്ററിലുള്ള 4 ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ 4/4 അവിടെ ക്യാൻസൽ ആയി പോകും. സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് -1/3 into pi by 2 minus 4 into 1/4 integral 0 to infinity du by u square plus 1/2 the whole square and close the bracket. 4 outside എടുത്തു 1/4 1/2 whole square എഴുതി. Now this is 1/x square plus a square form. Instead of x u എന്നുള്ള വേരിയബിൾ 1/x square plus a square 1/a tan inverse x by a substitute ചെയ്യാം. So -1/3 pi by 2 minus 4/4 cancel ആയി. Integral 0 to infinity 1 by u square plus 1/2 whole square എന്ന് പറയുന്നത് 1/a tan inverse x by a within the limit 0 to infinity. 1/a tan inverse x by a. വീണ്ടും ഇത് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ -1/3 pi by 2 minus 2 into tan inverse 2u within the limit 0 to infinity. Now upper limit minus lower limit കൊടുക്കാം. -1/3 pi by 2 minus 2 into 2 constant പുറത്തേക്ക് എടുക്കാം. tan inverse 2 into infinity minus tan inverse 0. Now tan inverse 2 into infinity is infinity itself. So -1/3 pi by 2 minus 2 into tan inverse infinity minus tan inverse 0. 0 ആണ്. Close the bracket. Now this is again -1/3 pi by 2 minus 2 into tan inverse infinity. Tan എന്ത് ആംഗിളിനാണ് ഇൻഫിനിറ്റി തരുന്നത്? ടാൻജൻറ്റ് ഓഫ് വാട്ട് ആംഗിൾ മേക്സ് ഇൻഫിനിറ്റി എന്നുള്ളത് π/2 ആണ്. സോ π/2 -0 എന്ന് വരും. So -1/3 into π/2 minus 2 into π/2 remaining 2 cancel -1/3 into π/2 minus pi. Now take -1/3 inside minus π/6 minus 1/3 pi minus π/6 minus 1/3 pi taking LCM 6 minus pi minus 2 pi which is -3 pi/6 or it is minus pi/6 is the resultant. 2 ഇവിടെ ക്യാൻസൽ ആയിരിക്കുകയാണ്. So remaining -1/3 into π/2 minus pi. -1/3 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. So minus pi/6 minus of minus plus pi/3. Now LCM is 6. So minus pi plus 2 pi എന്ന് വരും. 2 pi minus pi is equal to pi/6 which is the required numerical value.